നമസ്കാരം. കോഡിംഗ് ടോക്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. ആൻഡ് ഇന്നത്തെ എപ്പിസോഡ് AWS സെർവർലെസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു മോഡേണൈസേഷൻ ഓർഗനൈസേഷൻസിന് സാധ്യമാകാം എന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷനാണ്. ഓർഗനൈസേഷൻസിൽ മിക്കവാറുമുള്ള ഓർഗനൈസേഷൻസിൽ ഒരുപാട് ലെഗസി പ്രൊഡക്ട്സ് ആൻഡ് ലെഗസി സിസ്റ്റംസ് ഉണ്ടാവാറുണ്ട്. അത് ഒരുപാട് കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ആയിരിക്കും. ഓർഗനൈസേഷൻസിന് അതുവഴി ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്ന സിസ്റ്റംസ് ലെഗസി സിസ്റ്റംസും ആയിരിക്കും. എന്നാൽ ഇവയെ മാനേജ് ചെയ്യുന്നതിന് അതിൻ്റേതായ ചാലഞ്ചസ് ഉണ്ടാവാറുണ്ട്. കാരണം ഇതൊക്കെ ഒരുപാട് വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റംസ് ആയതുകൊണ്ട്, എസ്പെഷ്യലി മോണോലിത്തിക് ഒരു സിംഗിൾ കോഡ് ബേസ് സിസ്റ്റംസ് ആയിട്ടുള്ള ലെഗസി സിസ്റ്റംസ് ആണ് കൂടുതലായിട്ട് ഈ ടോക്കിൽ ഉദ്ദേശിക്കുന്നത്. കാരണം അത്തരം സിസ്റ്റംസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചലഞ്ചസ് ഉണ്ടാക്കാറുണ്ട്. എസ്പെഷ്യലി സിംഗിൾ കോഡ് ബേസിൽ ഒരുപാട് ടീംസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കോമൺ റെസ്പോൺസിബിലിറ്റി ഒരു ടീമിന് ചെയ്യാൻ പറ്റാത്ത ഒരു ലെവലിലായിരിക്കും അത്തരം സിസ്റ്റംസ് ഉണ്ടാവുക. കാരണം ഒരുപാട് ഡെവലപ്പേഴ്സ്, ഒരുപാട് ടീംസ് ഒരു സിംഗിൾ മോണോലിത്ത് കോഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ക്ലിയർ റെസ്പോൺസിബിലിറ്റി, ഒരു കോഡിൻ്റെ അല്ലെങ്കിൽ ഒരു ഫങ്ഷനാലിറ്റിയുടെ ക്ലിയർ റെസ്പോൺസിബിലിറ്റി ആരാണ് ഹോൾഡ് ചെയ്യുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു ചലഞ്ചിങ് ആയിട്ട് വരും. മാത്രമല്ല അത് കാരണം ഒരു ടീമിന് ഇൻഡിപെൻഡൻ്റായിട്ട് ഫ്ലെക്സിബിളായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസും കുറയുന്നുണ്ട്. ഇതാണ് ഈ പറഞ്ഞ ലെഗസി സിസ്റ്റം, അതായത് മോണോലിതായിട്ട് ഉള്ള ലെഗസി സിസ്റ്റമിൻ്റെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്. രണ്ടാമത്, ഇത്തരം സിസ്റ്റംസ് കൂടുതലായിട്ടും ഡേറ്റാബേസ്, ഒരു സിംഗിൾ ഡേറ്റാബേസ് ഷെയർഡ് ആയിട്ടായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. അത് കാരണം ഒരു ഫീച്ചർ ഒരു ടീമിന് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൽ വരുത്താവുന്ന ചേഞ്ചസ് മാക്സിമം ലിമിറ്റഡ് ആയിരിക്കും. കാരണം മറ്റു ടീംസ് എല്ലാം ഈ ഒരു കോഡ് ബേസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ചേഞ്ചസ്, അങ്ങനെയുള്ള ചേഞ്ചസൊക്കെ കോഡ് ബേസിൽ വരുത്തുക എന്നുള്ളത് ഡിഫിക്കൽട്ടിയാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു സിംഗിൾ മോണോലിത്ത് കോഡ് ബേസിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് അവർക്ക് ആ ടീംസിന് വരാറുണ്ട്. പിന്നെയുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ഫീച്ചർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് എങ്ങനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഒരു മോഡുലാറായിട്ടുള്ള ഒരു കോഡ് ബേസ് ഇല്ലാത്തതുകൊണ്ട് അതെങ്ങനെ ഡിപ്ലോയ് ചെയ്യാമെന്നും എങ്ങനെ അത് ഒരു ടെസ്റ്റിംഗ് ലെവലിൽ QA ക്വാളിറ്റി പാസ് ചെയ്യാമെന്നുള്ളതൊക്കെ ഒരു ബോട്ടിൽ നെക്കായിട്ട് വരാറുണ്ട്. പിന്നെ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരു ഓവർ ഹെഡാണ്. കാരണം ഇത്ര വലിയ കോഡ് ബേസ്, അതിലുള്ള ചേഞ്ചസ്, അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഒരു ഓവർ ഹെഡും അവിടെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇങ്ങനെ ഈ പറഞ്ഞ മോണോലിത്ത് കോഡ് ബേസിൽ ഓർഗനൈസേഷൻസിന് ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഔട്ട്കം വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്ലോയ്മെൻറ്റിൻ്റെ ഫ്രീക്വൻസി ഒരുപാട് കുറയും. കാരണം ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഡിപ്ലോയ്മെൻറ്റ്സ് പോസിബിൾ ആവില്ല. കാരണം ഇത്തരം ബ്രേക്കിംഗ് ചേഞ്ചസ് മറ്റ് ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഡിപ്പെൻഡൻസി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട് ഈ പറഞ്ഞ ഒരു മോണോലിത്ത് കോഡ് ബേസ് വരാൻ നേരത്ത്. മാത്രമല്ല, ഇത് ഡെവലപ്മെൻറ്റ് ടീംസിന് ഈ ഒരു ഇതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങളെക്കുറിച്ചും എങ്ങനെ ഒരു അവെയറായിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. ചില കേസസിൽ ഇതുപോലത്തെ ഷെയർഡ് കോഡ് ബേസിൽ ഞാൻ പല സമയത്തും വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിലൊരു എന്തെങ്കിലും ഒരു മെത്തേഡ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വളരെ ഒബ്സർവബിൾ ആയിരിക്കണം. കാരണം പല ടീംസും ചിലപ്പോൾ അത് യൂസ് ചെയ്യാറുണ്ടാവും, ചിലപ്പോൾ അതിനൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ കാണാറില്ല. സോ അത് ചേഞ്ച് ചെയ്യാൻ നേരത്തെ വേറെ ഡിപ്പെൻഡിങ് സർവീസസ് പൊട്ടാനുള്ള അങ്ങനെ ഒരുപാട് ഉള്ള കേസസൊക്കെ ഇതിൽ വരാറുണ്ട് മോണോലിത്ത് കോഡ് ബേസിൽ. സോ ഇത്തരം സിസ്റ്റംസിന് അകത്തുകയെ ഒരു ലെഗസി സിസ്റ്റം എന്ന് പറയാറുണ്ട്. ഇത് കൂടാതെ ചില ഓർഗനൈസേഷൻസ് അവർ മോണോലിത്ത് കോഡ് ബേസ് യൂസ് ചെയ്യാറുണ്ട്. അവർ അതായത് ഒരു സ്പെസിഫിക് തരത്തിലുള്ള ഡിപ്ലോയ്മെൻറ്റ് പാറ്റേൺസും
കോഡ് ഒപ്റ്റിമൈസ് ചെയ്ത തരത്തിലുള്ള സ്പെസിഫിക് പ്രോസസ്സും ഒക്കെ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് വലിയ പ്രോബ്ലമായിട്ട് വരാറില്ല. ബട്ട് ബേസിക്കലി മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻസിന് ഈ പറഞ്ഞ ലെഗസി സിസ്റ്റംസ് ഒരു ബർഡനായിട്ട് തന്നെയാണ് വരാറുള്ളത്. ഇതിൻ്റെ എക്സെപ്ഷൻ വരുന്ന ചില ഓർഗനൈസേഷൻസ് ഉണ്ട്. എക്സാമ്പിൾ ഫേസ്ബുക്ക് ഒരു മോണോലിത്ത് കോഡ് ബേസ് ആണ് ചെയ്യുന്നത്. ഇവിടെ ഈ ഡിസ്കഷൻ കൂടുതലായിട്ടും മോണോലിത്ത് കോഡ് ബേസ് എന്നുള്ള രീതിയിലല്ല മെയിൻലി പറയുന്നത്. ഒരു മോണോലിത്ത് ലെഗസി സിസ്റ്റംസ് അതിനെങ്ങനെ ഒരു മോഡേണൈസ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലാണ് ഈ ടോക്ക് ഉദ്ദേശിക്കുന്നത്. സോ അത്തരം ഒരു കോഡ് ഒരു സിസ്റ്റത്തിനെ എങ്ങനെ ഒരു AWSൻ്റെ സെർവർലെസ് സർവീസസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ അതിനെ മോഡേണൈസ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് ഇന്നത്തെ എപ്പിസോഡ്. സോ ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഒരു തരത്തിലും ഞാൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനോ മറ്റോ വർക്ക് ചെയ്ത ഓർഗനൈസേഷനിലെ ഒന്നും കാര്യങ്ങളല്ല. പൊതുവായിട്ടുള്ള കുറച്ച് ലേണിങ്സ് ഞാൻ ഇതിൽ എൻ്റെ ഒപ്പീനിയൻ വഴി ഷെയർ ചെയ്യുന്നു എന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഒരു ലെഗസി സിസ്റ്റത്തിൻ്റെ മോഡേണൈസേഷൻ ടു ക്ലൗഡ് എന്ന് പറയുമ്പം പ്യുവർലി അതൊരു ജസ്റ്റ് ഒരു ടെക്നോളജിക്കൽ ട്രാൻസ്ഫർമേഷൻ, മോഡേണൈസേഷനോ മൈഗ്രേഷനോ മാത്രമല്ല, മൊത്തത്തിലുള്ള ഒരു ചേഞ്ചാണ് വരുന്നത്. അതായത് ഓർഗനൈസേഷൻ്റെ ടീംസിൻ്റെ ചേഞ്ച്, പിന്നെ അതിൻ്റെ ഒരു പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു കൾച്ചറിൻ്റെ ചേഞ്ച് എല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഈ മോഡേണൈസേഷൻ കൊണ്ട് മെയിൻലി ഉദ്ദേശിക്കുന്നത്. സോ പ്രോസസ്സ് ഇവോൾവ് ആവും. ഒറിജിനൽ പ്രോഡക്റ്റ് ഫോളോ ചെയ്തിരുന്ന പ്രോസസ്സ് എക്സാക്റ്റ്ലി കീപ്പ് ചെയ്തുകൊണ്ട് മോഡേണൈസ് ചെയ്യുക എന്നുള്ളത് അധികം ബെനഫിഷ്യലായിട്ടുണ്ടാവില്ല. കാരണം എക്സിസ്റ്റിംഗ് ആ പറഞ്ഞ ലെഗസി സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്ന പ്രോസസ്സൊക്കെ തന്നെ ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സായിരിക്കും. സോ മോഡേണൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ക്ലൗഡ് നേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പ്രോസസ്സ് മാറാനുള്ള ചാൻസ് സ്വാഭാവികമാണ്. സോ 3 പ്രിൻസിപ്പിളാണ് മെയിൻലി പറഞ്ഞ ഒരു ട്രാൻസ്ഫർമേഷൻ, ഒരു മോഡേണൈസേഷൻ ജേർണിയിൽ മെയിൻലി വരുന്നത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഗസി സിസ്റ്റത്തിൻ്റെ ഒരു കോഡ് ബേസ് ഉണ്ടാവും. ആ കോഡ് ബേസ് ചെയ്യുന്ന ബിസിനസ് ഡൊമൈൻഡ് ആയിട്ടുള്ള കോഡിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പാർട്ട്. ആദ്യത്തെ പാർട്ട് ഈ പറഞ്ഞ കോഡ് ബേസ് അല്ലെങ്കിൽ ലെഗസി സിസ്റ്റത്തിൽ നിന്ന് ഈ ഇൻഡിവിജ്വൽ ബിസിനസ് ഡൊമൈൻസ്, ഒരു ഓർഗനൈസേഷനിൽ പല ബിസിനസ് ഡൊമൈൻസ് ഉണ്ടാവും. ആ ബിസിനസ് ഡൊമൈൻസിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു അപ്രോച്ച്. അതിന് പല രീതികളുണ്ട്. അങ്ങനെ ഒരു ഇവൻറ്റ് സ്റ്റോമിംഗ് എന്ന് പറഞ്ഞൊരു അപ്രോച്ച് ഉണ്ട്. അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ടൂൾസ് വെച്ചിട്ട് സാസ്റ്റ് പോലെയുള്ള ടൂൾസ് ഉണ്ട്. അത് വെച്ചിട്ട് കോഡ് ബേസിനെ, മോണോലിത്ത് കോഡ് ബേസിനെ ഡിഫറെൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, മോഡുലറായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. സോ വൺസ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ്ലി ഇതിനെല്ലാം ഓണർഷിപ്പ് ചെയ്യുന്ന ടീംസിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രധാനം. മുമ്പ് പല മൾട്ടിപ്പിൾ ടീംസ് ഒരു സിംഗിൾ കോഡ് ബേസിനെ ഓൺ ചെയ്യുന്നു പറയാൻ പറ്റില്ല. അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ഈ പറഞ്ഞ ഒരു ട്രാൻസ്ഫർമേഷനിൽ, മോഡേണൈസേഷനിൽ വരുന്നത് ഈ പറഞ്ഞ ഒരു ഇൻഡിവിജ്വൽ ടീംസ്, എംപവേർഡ് ആയിട്ടുള്ള ടീംസ് ഒരു സ്പെസിഫിക് ബിസിനസ് ഡൊമൈനിനെ ഓൺ ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കും ഈ ഒരു അപ്രോച്ചിൽ ഈ മോഡേണൈസ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ സിംഗിൾ കോഡ് ബേസിനെ ഡിഫറെൻ്റ് ബിസിനസ് ഡൊമൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. പിന്നെ ആ ഒരു ബിസിനസ് ഡൊമൈൻസിലുള്ള മോഡുലാർ കോഡ്സിനെ ഡിഫറെൻ്റ് ടീംസ് ഓൺ ചെയ്യുന്നു. സോ ഇത് രണ്ടും ഓൺസ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഇവോൾവിങ് പാറ്റേൺ ആണ്. സോ പിന്നീടും ടീംസിനെ ഡിസൈഡ് ചെയ്യാം. ബട്ട് ബേസിക്കലി പറഞ്ഞ ഒരു ബിസിനസ് ഡൊമൈനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഡൊമൈനെ എങ്ങനെ എൻട്രി ചെയ്യാന്നുള്ളത്, അത് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് അതിനെ എൻട്രി ചെയ്യുന്നത്. അതിനുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ടൂൾസ് AWS പ്രൊവൈഡ് ചെയ്യും. AWS അതിന് സജസ്റ്റ് ചെയ്യുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് സെർവർലെസ് അപ്രോച്ച് യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസാണ് സജസ്റ്റ് ചെയ്യുന്നത്. കണ്ടെയ്നർ സ്ട്രാറ്റജീസും ചില കേസസിൽ സെർവർലെസ് സ്യൂട്ടബിൾ ആവാതെ വരുന്ന സമയങ്ങളിൽ അതും യൂസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ ഡൊമൈൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സെർവർലെസ് ആയിട്ടുള്ള ടൂൾസ് വെച്ചിട്ട് അതിനെ മോഡേണൈസ് ചെയ്യുന്നു. പിന്നെ വൺസ് ഇങ്ങനെ ഡിഫറെൻ്റ് ഡൊമൈൻസ് അതിൻ്റെ സ്പെസിഫിക് ടാസ്ക്
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ സെർവർലെസ് ടൂൾസ് വെച്ചിട്ട് ഇതിനെ മോഡേണൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവയെ തമ്മിൽ ഇൻഡിവിജ്വലി കണക്ട് ചെയ്യുന്നതിന് ഡിഫറെൻറ്റ് സർവീസസ് AWSൽ അവൈലബിൾ ആണ്. സോ അതിനെ ഒരു ഇവൻ്റ് ഡ്രിവൻ ആർക്കിടെക്ചേഴ്സ് എന്ന് പറയും. കാരണം ഒരു ആപ്ലിക്കേഷൻ ഫുള്ളാകുന്നത് അതിൻ്റെ ഡിഫറെൻറ്റ് വർക്ക് ഫ്ലോസ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഫങ്ഷണാലിറ്റീസ് എല്ലാം ഇൻറ്റഗ്രേറ്റഡ് ആവുന്ന സമയത്താണ്. എക്സാമ്പിൾ, ഒരു ഓർഗനൈസേഷനിലെ ഒരു സ്പെസിഫിക് ഫങ്ഷണാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു കോമ്പിനേഷൻ ഓഫ് വർക്ക് ഫ്ലോസ് അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് ടാസ്ക് എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു വർക്ക് ഫ്ലോ മെത്തേഡായിരിക്കും, വർക്ക് ഫ്ലോ സ്റ്റെപ്സ് ആയിരിക്കും. സോ ഇങ്ങനത്തെ ഇതിനെല്ലാം ഒരു ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നതിനും ഡിഫറെൻറ്റ് സർവീസസ് AWSൽ അവൈലബിൾ ആണ്. സോ ഇത്തരം ഒരു അപ്രോച്ച് വഴി, ഈ ഒരു 3 പ്രിൻസിപ്പിൾ വഴി നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഈ പറഞ്ഞ ലെഗസി സിസ്റ്റത്തിനെ ഡിഫറെൻറ്റ് ബിസിനസ് ഡൊമൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ക്ലിയർ ഓണർഷിപ്പുള്ള ടീംസ് അതിനെ റെസ്പോൺസിബിളായിട്ട് ഓൺ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഒരു ഇവല്യൂഷൻ, ഈ സെർവർലെസ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ടൂൾസ്, AWS പ്രൊവൈഡ് ചെയ്യുന്ന ടൂൾസ് യൂസ് ചെയ്തിട്ട് അതിനെ ഒന്ന് എൻട്രി ചെയ്യുന്നു, മോഡേണൈസ് ചെയ്യുന്നു. പിന്നെ ഇതിനെല്ലാം ഒരു SaaS, ഒരു സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് മോഡലിൽ ഈ പറഞ്ഞ എല്ലാ ഡിഫറെൻറ്റ് സെർവർലെസ് കമ്പോണൻസിനെയും കൂടെ ഒരു ഇവൻ്റ് ഡ്രിവൻ ആർക്കിടെക്ചർ വഴി ഒന്ന് ഒരു മോഡേണൈസ്ഡ് ആർക്കിടെക്ചർ, ക്ലൗഡ് നേറ്റീവ് ആർക്കിടെക്ചറാക്കി മാറ്റുന്നു. അങ്ങനെ ഈ 3 സ്റ്റെപ്സാണ് മെയിൻലി ഈ പറഞ്ഞ പോലെ ഒരു ട്രാൻസ്ഫർമേഷൻ ജേർണിയിൽ മെയിൻലി ഉണ്ടാവാറുള്ളത്. സോ ഇങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡെവലപ്പറിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടീംസിന് വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി അവിടെ കൂടും. അവർക്ക് ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് അനുസരിച്ചോ അല്ലെങ്കിൽ അവരുടേതായ ഒരു ടീം സ്ട്രക്ചർ, ടീം പ്രിൻസിപ്പിൾസ് അനുസരിച്ചോ ഈ ഇൻഡിവിജ്വൽ ഡൊമൈൻസിൽ വർക്ക് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അനദർ. അവർക്ക് ഫുൾ കൺട്രോൾ ഉണ്ടാവും. ഷെയർഡ് ഡേറ്റാബേസ് യൂസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. ഒരു മൈക്രോ സർവീസ് അല്ലെങ്കിൽ മോഡുലാർ ആർക്കിടെക്ചറിൽ ഷെയർഡ് ഡേറ്റാബേസ് യൂസ് ചെയ്യില്ല. പകരം ഒരു ഇൻഡിവിജ്വൽ ഡേറ്റാബേസ് ആയിരിക്കും ഓരോ ടീംസ് ഓൺ ചെയ്യുന്നത്. കാരണം ഇൻഡിപെൻഡൻറ്റ് ഡിപ്ലോയബിലിറ്റി അതുവഴി പോസിബിൾ ആയിരിക്കും. സോ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് തമ്മിലുള്ള കണക്ഷൻസ് അവർ API വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു കോമൺ ഇൻ്റർഫേസ് വഴിയോ തമ്മിലുള്ള കണക്ഷൻസ് അവർ ഇപ്പം പല ടീംസ് തമ്മിലുള്ള കണക്ഷൻസ്, ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന കണക്ഷൻസ് അങ്ങനെ API വഴിയോ അങ്ങനെ ഡിഫറെൻറ്റ് മൈക്രോ സർവീസ് തമ്മിലുള്ള ഒരു കണക്ഷൻസ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിന് ഈ മൈക്രോ സർവീസിൻ്റെ ഭാഗത്തുനിന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത് കോമൺലി എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കണ്ടെയ്നർ അപ്രോച്ച് വെച്ചിട്ട് ഏതെങ്കിലും ക്യൂബർനെറ്റീസ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ഡിപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ്. ബട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെർവർലെസ് അപ്രോച്ച് വെച്ചിട്ട്, AWSൻ്റെ സെർവർലെസ് അപ്രോച്ച് വെച്ചിട്ട് ഇതെങ്ങനെ മോഡേണൈസ് ചെയ്യാം എന്നുള്ളതാണ്. സെർവർലെസ് അപ്രോച്ചസ് യൂസ് ചെയ്തുള്ള മോഡേണൈസേഷൻ നമ്മൾ ഒരുപാട് ഡീപ്പ് ആയിട്ട് പോകുന്നില്ല. ഈ പറഞ്ഞ ടൂൾസ്, ഡിഫറെൻറ്റ് ടൂൾസ്, സർവീസസ് ഒക്കെ AWS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊരു ഗ്രാജുവൽ ഓരോ ഓവർവ്യൂ ആണ് നമ്മളിതിൽ കവർ ചെയ്യുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകാറില്ല. AWS റെക്കമെൻഡ് ചെയ്യുന്നത് മെയിൻലി സെർവർലെസ് അപ്രോച്ച് വെച്ച് തന്നെ പോകാൻ ആണ് കഴിവതും. പുതിയതായിട്ടുള്ള സർവീസസ് ഒക്കെ ആ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് AWS റെക്കമെൻഡ് ചെയ്യുന്നതും. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവർലെസ്സിൽ മാക്സിമം ഒരു ആബ്സ്ട്രാക്ഷൻ ഓർഗനൈസേഷൻസിൽ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ടീംസിന് കിട്ടും. ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് അധികം ബോധേഡ് ആവേണ്ട കാര്യമില്ല. ബിസിനസ് ലോജിക്ക് എന്താണോ ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യേണ്ടത്, ആ ഒരു സ്പെസിഫിക് ടാസ്കിൽ മാത്രം ഫോക്കസ് ചെയ്ത് സെർവർലെസ് സർവീസസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജിൽ ആ കോഡ് എഴുതുവാനും അത് വളരെ ഈസി ആയിട്ട് അതിനെ ഡിപ്ലോയ് ചെയ്യാനും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കി എല്ലാ ആസ്പെക്ട്സ്, അതിൻ്റെ സ്കെയിലബിലിറ്റി, അതിൻ്റെ മെയിൻ്റനൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ AWSലോട്ട് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക എന്നുള്ള ഒരു അപ്രോച്ചാണ് ഈ സെർവർലെസ്സിൽ വരുന്നത്. അതേസമയം ഇത് നമ്മുടേതായ രീതിയിൽ ഒരു ഓർഗനൈസേഷൻ്റേതായ രീതിയിൽ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി വേണം എന്നുള്ള രീതിയിൽ ഒരു വിർച്വൽ മെഷീനിലോ മറ്റോ ഇത് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ വിർച്വൽ മെഷീൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ അനുബന്ധമായ കാര്യങ്ങളും ഒക്കെ തന്നെ ആ ഒരു ഡെവലപ്മെൻറ്റ് ടീം അല്ലെങ്കിൽ അത് ഓൺ ചെയ്യുന്ന ടീംസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ സെർവർലെസ്സിൽ വരാൻ നേരത്ത് ജസ്റ്റ് അതിൻ്റെ ഒരു ആബ്സ്ട്രാക്ഷൻ ഒരുപാട് കൂടുതലായതുകൊണ്ട് കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് AWS ആയിരിക്കാം ഓൺ ചെയ്യുന്നത്. മാത്രമല്ല AWS അവരുടെ ലേണിങ്ങിനെ ബേസ് ചെയ്തിട്ട്
ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സർവീസസ് ആണ് ഇതൊക്കെ തന്നെ, ഈ പറഞ്ഞ സെർവർലെസ് സർവീസസ്. മറ്റൊരു ഓർഗനൈസേഷനെക്കാട്ടിയും കൂടുതലായിട്ട് AWSന് തന്നെ ഇത്തരം സർവീസസിൻ്റെയും സ്കെയിലബിളായിട്ടുള്ള സർവീസസിൻ്റെ ആവശ്യകത കൂടുതലാണ്. ട്രില്യൺസ് ഓഫ് ഇവൻറ്റ്സ് അവർ ഡെയിലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പീക്ക് ടൈം, ഈ പ്രൈം ഡേ പോലെയുള്ള സെയിൽസ്, ആ സമയങ്ങളിൽ അൺപ്രസിഡൻറ്റഡ് ആയിട്ടുള്ള ട്രാഫിക്സ് ആ സമയം ഒരുപാട് കൂടാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് സർവീസസ് ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യണം. സോ ആ ഒരു കൺസിഡറേഷൻ എല്ലാം വെച്ചുകൊണ്ട് ഓർഗനൈസേഷൻ മറ്റ് എക്സ്റ്റേണൽ ഓർഗനൈസേഷനേക്കാളും കൂടുതലായിട്ട് AWSനാണ് ഇതിൻ്റെ ഈ ഒരു ആർക്കിടെക്ചറിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യകത വരുന്നത്. സോ അതിൻ്റെ ഒരു എവല്യൂഷനാണ് ഈ പറഞ്ഞ സെർവർലെസ് അപ്രോച്ച് എന്ന് പറയുന്നത്. കാരണം അതൊരു ആബ്സ്ട്രാക്ഷനാണ്. മാക്സിമം ഈ പറഞ്ഞ ബാക്കി എല്ലാ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൺസേൺസും സ്കെയിലബിലിറ്റി, പാച്ചിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും കസ്റ്റമറിൻ്റെ സൈഡിൽ നിന്ന് അത് ഹൈഡ് ചെയ്യുന്നു. കസ്റ്റമറിന് ജസ്റ്റ് എന്താണോ റൺ ചെയ്യേണ്ടത് അതിൻ്റെ ബിസിനസ് ലോജിക്ക് കസ്റ്റമർ റൈറ്റ് ചെയ്യുന്നു. വിത്ത് ഫ്ലെക്സിബിലിറ്റി ഓഫ് അവരുടെ ചോയ്സ്, ഏത് ലാംഗ്വേജിൽ വേണം എന്നുള്ളത് റൈറ്റ് ചെയ്യുന്നു. വൺസ് അത് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് വിത്ത് മിനിമൽ കോൺഫിഗറേഷൻ, അതായത് CPU, എത്ര മെമ്മറി ഈ ഒരു കമ്പോണൻറ്റിൻ്റെ ആവശ്യമായിട്ടുണ്ട്, എത്ര പവർ വേണം എന്നുള്ളത്, ഈ 2 കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ ബാക്കി റെസ്റ്റ് ഓഫ് ദ തിങ്സ്, അതിൻ്റെ സ്കെയിലബിലിറ്റി, ലോഡ് അനുസരിച്ചുള്ള ട്രാൻസ്ഫോർമേഷൻ, ഇതൊക്കെ തന്നെയും AWS അത് അത്തരം ആസ്പെക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നു. മാത്രമല്ല ഈ ഒരു സർവീസ് അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കുക, അതിൻ്റെ പാച്ചിങ്, അതിൻ്റെ സെക്യൂരിറ്റി, മറ്റ് കാര്യങ്ങളൊക്കെ തന്നെയും AWS തന്നെ മാനേജ് ചെയ്യുന്നു. ബേസിക് ആയിട്ടുള്ള ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം കസ്റ്റമേഴ്സ് സെറ്റ് ചെയ്താൽ മതിയാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സെർവർലെസ് സിസ്റ്റത്തിൽ വരുന്നത്. ഇത് ഓൾറെഡി നമുക്ക് അതിൻ്റെ കൂടുതൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഡിഫറെൻറ്റ് ടൂൾസ്, അതിലേക്കൊക്കെ നമുക്ക് പോകാം. പക്ഷേ അതിന് മുമ്പ് കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൂടെ, ഒരു ജസ്റ്റ് ഒരു ക്വിക്ക് ഓവർവ്യൂവും കൂടെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ബാക്കി എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. കാരണം റിയൽ വേൾഡിൽ ഏതൊക്കെ കസ്റ്റമേഴ്സ്, നമുക്ക് എല്ലാവരുടെ എക്സാമ്പിൾ എടുക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് കേസ് സ്റ്റഡീസ് ഉണ്ട്. അതൊക്കെ തന്നെ AWSൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ അവൈലബിൾ ആണ്. നമ്മളിവിടെ വളരെ മിനിമലായിട്ടുള്ള കുറച്ച് ടീംസിൻ്റെ കേസ് സ്റ്റഡീസ് ജസ്റ്റ് പരിശോധിക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഈ പറഞ്ഞ ഡിഫറെൻറ്റ് സെർവർലെസ് സർവീസസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്ന്, ഫിനാൻഷ്യൽ സർവീസിൽ നോക്കുമ്പോൾ ക്യാപിറ്റൽ ഓൺ എന്ന് പറയുന്ന ഒരു ബാങ്കിങ് പ്ലാറ്റ്ഫോം, അവരൊരു മോണോലിത്ത് ഒരു പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരുപാട് കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് അതിൻ്റെ ഒരു മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എല്ലാ ചലഞ്ചസും അവർക്കുണ്ടായിരുന്നു. അവർ ഇപ്പോൾ അതിനെ ഒരു മൈക്രോ സർവീസ്, ക്ലൗഡ് നേറ്റീവ് മൈക്രോ സർവീസ് വിത്ത് സെർവർലെസ് ടൂൾസ് വെച്ചിട്ട് കൺവേർട്ട് ചെയ്തു. അതിന് അവർ യൂസ് ചെയ്തിരിക്കുന്ന ടൂൾസ് AWS ലാംഡ, ആമസോൺ API ഗേറ്റ്വേ, പിന്നെ AWSൻ്റെ ഡൈനാമോ DB, അതൊരു സെർവർലെസ് DB ആണ്. സോ ഇങ്ങനെ അവരുടെ മോണോലിത്ത് ആയിട്ടുള്ള ബാങ്കിങ് പ്ലാറ്റ്ഫോമിനെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ വെച്ചിട്ട് ഡിഫറെൻറ്റ് ഡൊമൈൻസ് ആയിട്ട് തിരിച്ചു, ഡിഫറെൻറ്റ് ടീംസിന് അതിന് ഓണർഷിപ്പ് കൊടുത്തു. സോ ബേസിക്കലി ഇൻ റിയൽ വേൾഡ് അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് AWS അക്കൗണ്ട് അവർ ക്രിയേറ്റ് ചെയ്യുന്നു. AWSലെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് സിംഗിൾ ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ AWS ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സർവീസ് വഴി ഈ ഡിഫറെൻറ്റ് അക്കൗണ്ട്സിനെ എല്ലാം ഒരു ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റും. സോ ഇൻ എഫക്റ്റ് ഒരു സിംഗിൾ ഓർഗനൈസേഷനിൽ മൾട്ടിപ്പിൾ AWS അക്കൗണ്ട് ആൻഡ് മൾട്ടിപ്പിൾ റിസോഴ്സസ് അണ്ടർ ദാറ്റ് AWS അക്കൗണ്ട് ഉണ്ടാവും. ഡിഫറെൻറ്റ് ടീംസ് ആയിരിക്കും ഈ ഡിഫറെൻറ്റ് AWS അക്കൗണ്ടിനെ ഓൺ ചെയ്യുന്നത്. സോ അതേ ഒരു രീതിയിലാണ് ഒരു ഡൊമൈൻ ഡ്രിവൺ ഡിസൈൻ അപ്രോച്ച് ഇവർ ക്യാപിറ്റൽ ഓൺ കൊണ്ടുവന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു മോഡുലാർ ഡൊമൈൻ ഡ്രിവൺ രീതിയിലുള്ള ഒരു കോഡ് ബേസായി മാറിയപ്പോൾ അവരുടെ ഒരു ഡിപ്ലോയ്മെൻറ്റ് ടൈം ഈ പറഞ്ഞ മുമ്പ് അത് ആഴ്ചകളെടുക്കുമായിരുന്നു, ഇപ്പോൾ അത്
ഏതാനും മണിക്കൂറുകളുള്ളിൽ തന്നെ അവർക്ക് ഇത് മീറ്റ് ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ അതേസമയം തന്നെ ഇത് ഓർഗനൈസേഷൻ കോൺസ്റ്റൻ്റ്ലി ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ്റെ ഒരു ലിമിറ്റും 10x കൂടുതലായി. അവർ കൂടുതൽ ട്രാൻസാക്ഷൻസും സപ്പോർട്ട് ചെയ്ത് തുടങ്ങി വിത്ത് ദിസ് സെർവർലെസ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് അവർക്ക് കിട്ടിയത് ഓട്ടോണോമസ് ആയിട്ടുള്ള ടീം, ഇൻഡിവിജ്വൽ ടീം ഡെവലപ്മെൻറ്റ് പോസിബിളായി വിത്ത് മോഡുലാർ സർവീസ്. ഒപ്പം തന്നെ എക്സിസ്റ്റിംഗ് എൻ്റർപ്രൈസിൻ്റെ സെക്യൂരിറ്റി, കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ്, ഒപ്പം തന്നെ കൂടുതൽ ട്രാൻസാക്ഷൻസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. മാത്രമല്ല ഇതൊരു ഇവോൾവിങ് ഇത് ഫ്യൂച്ചർ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചർ കൂടിയാണ്. കാരണം സെർവർലെസ് മീൻസ് ഇറ്റ് ക്യാൻ സ്കെയിൽ. AWS ഈസ് കോൺസ്റ്റൻറ്റ് ഇൻവെസ്റ്റിംഗ് ഓൺ ദാറ്റ് സ്കെയിലബിലിറ്റി ആസ് വെൽ. സോ അതുകൊണ്ട് ഇത് സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർവീസ് കൂടിയാണ്. ഈ എല്ലാ സർവീസസ് തന്നെ ഇതിലെ എല്ലാ സർവീസസ് അൺലിമിറ്റഡ് സ്കെയിലബിലിറ്റി ഉള്ളതാണ്. സോ ആ ഒരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഫ്യൂച്ചർ ഗ്രോത്തും ഈ പറഞ്ഞ ആർക്കിടെക്ചർ എൻഷുർ ചെയ്യുന്നു. പിന്നെ ഉള്ള മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് പോപ്പുലർ ആയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന മറ്റേ ഒരു മീഡിയ സ്ട്രീമിംഗ് സർവീസാണ്. അവർ AWS ലാംഡ, കൈനസിസ്, ഇവൻറ്റ് ബ്രിഡ്ജ് തുടങ്ങിയ ഡിഫറെൻറ്റ് AWSലെ തന്നെ സർവീസസ് വെച്ചിട്ട് ഒരു ഇവൻറ്റ് ഡ്രിവൻ ആർക്കിടെക്ചറാണ് ഫോളോ ചെയ്യുന്നത്. സോ അവർക്ക് ഒരു 200 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. മാത്രമല്ല അവർ ഡെയിലി ഒരു ബില്യൺസ് ഓഫ് ഇവൻറ്റ്സ് പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുകയാണ്. സോ ഇവൻറ്റ് ഡ്രിവൻ ആർക്കിടെക്ചർ വെച്ചിട്ടാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത്. ഇതൊരു മോഡേൺ രീതിയിലുള്ള ഒരു ക്ലൗഡ് നേറ്റീവ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് ഇവൻറ്റ് ഡ്രിവൻ. കാരണം ഇവൻറ്റ്സിനെ ബേസ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യുക. അപ്പം എത്ര ഇവൻറ്റ്സ് വന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യാൻ ഈ പറഞ്ഞ സെർവർലെസ് സിസ്റ്റംസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് അത് എത്ര ട്രാഫിക്കിൻ്റെ സ്പൈക്ക് വന്നാലും, അല്ലെങ്കിൽ ഈ നെറ്റ്ഫ്ലിക്സിനെ സംബന്ധിച്ചിടത്തോളം കണ്ടൻറ് റിലീസസ് ഒക്കെ വരുന്ന സമയത്തും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഹാൻഡിൽ ആകുന്നതായിരിക്കും. പിന്നെ ഉള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് കൊക്കോകോള. അവർ കൊമേഴ്സ് ഡൊമൈനാണ്. അവർ ഇതുപോലെ AWSൻ്റെ സെർവർലെസ് സർവീസസ് വച്ച് ഈ പറഞ്ഞ അവരുടെ എക്സിസ്റ്റിംഗ് മോണോലിത്തിക് ആർക്കിടെക്ചറിനെ ഇവൻറ്റ് ഡ്രിവൻ മൈക്രോ സർവീസസ് ആക്കി മാറ്റി. അവർ യൂസ് ചെയ്ത സർവീസസും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സർവീസസ് ഒക്കെ തന്നെയാണ്. AWS ലാംഡ, ആമസോൺ DynamoDB, സ്റ്റെപ്പ് ഫങ്ഷൻസ്, AWS സ്റ്റെപ്പ് ഫങ്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ആക്ച്വലി സ്റ്റെപ്പ് ഫങ്ഷൻ മീൻസ് ഒരു ഓർക്കസ്ട്രേഷൻ സർവീസാണ്. അതായത് AWS ലാംഡ ഇൻഡിവിജ്വൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഫങ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ നേരത്ത്, സെർവർലെസ് രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ നേരത്ത് അത്തരം മൾട്ടിപ്പിൾ AWS ലാംഡ സ്പെസിഫിക് ഫങ്ഷൻസിനെ ഓർക്കസ്ട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ വർക്ക് ഫ്ലോയിനെ അനുസരിച്ച് അതിനെ ഒരു ഇന്ന ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സ് ചെയ്യുക. അങ്ങനെ ഒരു രീതിയിൽ ഒരു ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് സ്റ്റെപ്പ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അത് വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ സ്റ്റെപ്പ് ഫങ്ഷൻസ് വെച്ചിട്ട് ഓർക്കസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസസ് എല്ലാം മോഡുലറായിട്ട് തന്നെ നിൽക്കും വിത്ത് എ ക്ലിയർ കൺട്രോൾ. ഒരു ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് കൺട്രോൾ തന്നെ അതിൽ സ്റ്റെപ്പ് ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് ഫ്ലോയുടെ ഫ്ലോ എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് അതിൽ നിന്ന് തന്നെ വ്യക്തവും. സ്റ്റെപ്പ് ഫങ്ഷൻസിൻ്റെ ഇൻ്റർഫേസ് നോക്കിയിട്ടുള്ളവർക്കത് അറിയാൻ പറ്റും. മാത്രമല്ല ഏതെങ്കിലും സ്പെസിഫിക് ഒരു ഫങ്ഷനാലിറ്റി എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫിക് ഫങ്ഷനാലിറ്റി മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിൽ മാത്രം വർക്കൗട്ട് ചെയ്താൽ മതിയാവും. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സോ ഓൾറെഡി ഈ പറഞ്ഞ ബിസിനസ് ഡൊമൈൻസ് ആക്കുമ്പോൾ തന്നെ ഈ ഒരു മോണോലിത്ത് സർവീസ് മോഡുലർ ആകുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഫർദർ ഒരു ഗ്രാനുലാർ ലെവലിലുള്ള ഒരു മോഡുലറൈസേഷനാണ് ഈ പറഞ്ഞ ഈ ലാംഡ വഴിയും പിന്നെ ഇതിനെ ഒരു ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന വഴിയും കിട്ടുന്നത്. സോ കൊക്കോകോളയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഒരു സോഫ്റ്റ്വെയർ ഡെലിവറി ഡേറ്റ് 50% കൂടുതലായി, ഫാസ്റ്റായി. അതേസമയം തന്നെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ഈ സർവീസസൊക്കെ AWSലേക്ക് മൂവ് ചെയ്യുന്നതോടുകൂടി ഒരു 40% കുറയുകയും ചെയ്തു. ഇതിൻ്റെ ഒരു റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സെർവർലെസ് സർവീസസ് യൂസ് ചെയ്യുമ്പോൾ പേ ആസ് പെർ പ്രൈസ് മോഡലാണ്. നമ്മൾ യൂസ് ചെയ്യുന്നതിന് മാത്രം പ്രൈസ് കൊടുക്കുന്നേ ഉള്ളൂ. സോ എൻ്റെ ഒരു എഫിഷ്യൻ്റായിട്ട് ഇതിൻ്റെ ഒരു സെർവർലെസ് ആർക്കിടെക്ചർ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് ഗ്രാജുവലി ഒരുപാട് കുറയ്ക്കാൻ പറ്റും. കാരണം
EC2 അല്ലെങ്കിൽ വിർച്വൽ മെഷീനൊക്കെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഈവൻ കണ്ടെയ്നർ പ്ലാറ്റ്ഫോമിൽ പോലും ഈ പറഞ്ഞ ഈ EKSO അല്ലെങ്കിൽ ക്യൂബർനെറ്റീസോ പോലെയുള്ള കണ്ടെയ്നർ പ്ലാറ്റ്ഫോമിൽ പോലും അതിൻ്റെ ക്ലസ്റ്ററിനും അതിനൊക്കെ കോസ്റ്റ് ഉണ്ട് ആക്ച്വലി. അതേസമയം സെർവർലെസ് മോഡൽ എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യുന്നതിന് മാത്രം ആ പേ ആസ് പെർ പ്രൈസ് ഫോർ യൂസബിൾ എന്ന് പറഞ്ഞൊരു മോഡൽ മാത്രമല്ല അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മെയിൻ്റനൻസ് മറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ എക്സ്ട്രാ കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അത്തരത്തിലൊരു 40% വരെ അവർക്ക് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റി എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് സെർവർലെസ് ഉണ്ട്. സെർവർലെസ് എല്ലായിടത്തും സ്യൂട്ടബിൾ ആവണമെന്നില്ല. എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ചില ലോങ് റണ്ണിങ് പ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു കേസസിലൊക്കെ ഈ പറഞ്ഞ സെർവർലെസ് എക്സാക്ട്ലി സൂട്ടബിൾ ആവില്ല. ദർ വിൽ ബി ചില ഓൾട്ടർനേറ്റീവ് വേസ് വഴി സെർവർലെസ് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ ഒരു ഈസി അപ്രോച്ചായിട്ട് ഈ പറഞ്ഞ ലെഗസി സിസ്റ്റംസ് കൺവേർട്ട് ചെയ്യാൻ നേരത്തെ എല്ലായിടത്തും സെർവർലെസ് സൂട്ടബിൾ ആവണമെന്നില്ല. സോ അതിനെക്കുറിച്ച് ഒരുപാട് ഈ സെർവർലെസ് സ്യൂട്ടബിൾ എവിടെയാണ് ആവുന്നത് അല്ലാത്തതെന്നുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് ഗോ ടു സെർവർലെസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ, എൻ്റെ യൂട്യൂബ് ചാനലാണ്, അതിൽ പോയി കഴിഞ്ഞാൽ ഗോ ടു സെർവർലെസ്സിനകത്ത് ഒരുപാട് വീഡിയോസ് എടുപ്പുണ്ട്. റീസെൻ്റ്ലി ഇവിടെ ബാംഗ്ലൂർ റോബർട്ട് കോളർ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അതിൽ കിടപ്പുണ്ട്. അത് വീഡിയോ ഞാൻ വേണമെങ്കിൽ ഷോ നോട്ട്സിൽ കൊടുക്കാം, അതിൻ്റെ ലിങ്ക്. അത് ഇംഗ്ലീഷിലാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് സെർവർലെസ്സിൻ്റെ ഒരു കറക്റ്റ് ചോയ്സ് എവിടെയാണ്, അത് എപ്പോഴൊക്കെ സ്യൂട്ടബിൾ അല്ല എന്നുള്ളതിൻ്റെ ഒരു ക്ലിയർ വ്യൂ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അടുത്തൊരു കേസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ സർവീസസ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, കുറേ കമ്പനീസ് ഇത് യൂസ് ചെയ്യുന്നതൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഒരു സർവീസിലേക്കും പോകുന്നില്ല. കാരണം AWSൻ്റെ ഒരു സ്പെസിഫിക് സർവീസിലേക്ക് പോകാൻ അത് ഒരുപാട് സമയമെടുക്കുക. ഒരുപാട് ഫീച്ചേഴ്സ് അതിൻ്റേതായി തന്നെ ആയിട്ടുണ്ട്. ബട്ട് ഒരു ഓവറോൾ ഒരു ഔട്ട്സൈഡ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മെയിനായിട്ടുള്ള സർവീസസ് നോക്കുകയാണെങ്കിൽ സെർവർലെസ് കമ്പ്യൂട്ട് രീതിയിൽ സർവീസസ് ഉണ്ട്. അപ്പം ഈ AWSൽ കൺസോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ, പുതിയതായിട്ട് നോക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ AWSൻ്റെ കൺസോളിൽ ലോഗിൻ ചെയ്താൽ അതിൽ ഇഷ്ടംപോലെ സർവീസ്, അറൗണ്ട് 200+ സർവീസസ് ഉണ്ട്. ഇത് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കമ്പ്യൂട്ട് സർവീസസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവൻറ്റ് ഡ്രിവൻ സർവീസസ് ഉണ്ട്, സെർവർലെസ് സർവീസസ്, സ്റ്റോറേജ് സർവീസസ് വേറെ ഉണ്ട്, ജനറേറ്റീവ് AI റിലേറ്റഡ് സർവീസസ് വേറെ ഉണ്ട്. ഓരോന്നിനും ഓരോ പർപ്പസാണ്. ഡേറ്റാബേസിന് വേറെ സർവീസ് ഉണ്ട്. സോ സെർവർലെസ് ഈ പറഞ്ഞ കമ്പ്യൂട്ട് ആൻഡ് ഓർക്കസ്ട്രേഷൻ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ AWS ലാംഡ എന്ന് പറയുന്ന ഒരു സർവീസാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. AWS ലാംഡ എന്ന് പറയുമ്പോൾ അതൊരു ഈവൻറ്റ് ഡ്രിവൻ ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ട് സർവീസാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രോസസ്സിങ് ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് ലോജിക്ക് പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കേസ് വരുന്നിടത്ത് നമുക്ക് കമ്പ്യൂട്ട് സർവീസ് യൂസ് ചെയ്യാം. ലാംഡ യൂസ് ചെയ്യുന്നത് വഴിയുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിതിൻ 1 മിനിറ്റ് കൊണ്ട് അത് 0 to 1000 ഓഫ് കൺകറൻറ്റ് എക്സിക്യൂഷൻസ് പാരലലി ലാംഡയ്ക്ക് ചെയ്യാൻ പറ്റും ബേസ്ഡ് ഓൺ ഇൻപുട്ട്. സോ ലാംഡ യൂഷ്വലി നമുക്കൊരിപ്പോൾ ഒരു ഇൻപുട്ട്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു S3 എന്ന് പറയുന്നത് AWSലെ ഒരു സ്റ്റോറേജ് സർവീസാണ്. അൺലിമിറ്റഡ് ആയിട്ട് ഒബ്ജക്ട്സ് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. റിലേറ്റഡ് ആയിട്ട് അഷ്വറിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അഷ്വറിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസാണ്. സോ ആ S3-ക്കകത്ത് നമ്മളൊരു 1000 ഒബ്ജക്ട്സ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ 1000 ഒബ്ജക്ട്സിനും എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊരു ലാംഡയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവൻറ്റ് ബ്രിഡ്ജ് സർവീസ് വഴി ലാംഡയായിട്ട് കണക്ട് ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് ഡയറക്റ്റും S3യെ ഒരു ലാംഡയായിട്ട് കണക്ട് ചെയ്യാം. ബട്ട് യൂഷ്വലി കുറച്ചുകൂടെ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി ഓർഗനൈസേഷൻസ് ഒരു ഇവൻറ്റ് ബ്രിഡ്ജ് പോലെയുള്ള ഒരു റൂട്ടിംഗ് സർവീസ് വഴിയായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഇനി കുറച്ചുകൂടി ഒരു റിലയബിലിറ്റിക്ക് വേണ്ടി, കാരണം ഈ സർവീസസൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു രീതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫോൾട്ട് ടോളറൻറ്റ് ആയിട്ടായിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഇൻ കേസ് ഏതെങ്കിലും ഒരു സർവീസ് ബ്രേക്ക് ആയാലും നെക്സ്റ്റ് ടൈം അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് എവിടെ നിന്നാണ് ബ്രേക്ക് ആയത് അവിടെ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് ചെയ്യണ ഒരു രീതിയിലായിരിക്കണം സർവീസസ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അത് കാരണം ഒരിക്കലും ഈ പറഞ്ഞ S3യെ ഡയറക്റ്റ് ഈ പറഞ്ഞ ലാംഡയായിട്ട് കണക്ട് ചെയ്യാറില്ല. ബട്ട് എൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും കേസസിൽ ആ ഇവൻറ്റ് വരാൻ നേരത്ത് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു കണക്ഷൻ
ബ്രേക്ക് ആവുകയോ ടെമ്പററി എന്തെങ്കിലും ഗ്ലിച്ച് വന്നു കഴിഞ്ഞാലോ പിന്നെ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടായിരിക്കും. AWS ഓഫ് കോഴ്സ് മൾട്ടിപ്പിൾ ടൈംസ് എന്തെങ്കിലും അവരുടേതായ ഭാഗത്ത് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ട്രിഗർ കൊടുക്കുന്നതായിരിക്കും. ബട്ട് എന്നിരുന്നാലും ഒരു സേഫ് പെർസ്പെക്റ്റീവിൽ ഒരു ഇവൻ്റ് ബ്രിഡ്ജ് വഴി ഒരു SQ സർവീസ്, ഒരു ക്യൂ എന്ന് പറഞ്ഞ ഒരു സർവീസ് ഉണ്ട്. ആ സർവീസിലേക്ക് കണക്ട് ചെയ്തിട്ടായിരിക്കും ഇത് പിന്നെ ഒരു ലാംഡയായിട്ട് കണക്ട് ചെയ്യാറുള്ളത്. ഇതിൻ്റെ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ ഒരു ഇവൻ്റ് വരുന്നോ, ഇപ്പം 1000 ഇവൻ്റ് വരുന്നുണ്ടെങ്കിൽ 1000 ഇവൻ്റ് ഈ ഇവൻ്റ് ബ്രിഡ്ജ് വഴി ക്യൂവിലായിരിക്കും ചെന്ന് വീഴുന്നത്. സോ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനെ വേറെ ഒരു ക്യൂവിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ അത് ഓട്ടോമാറ്റിക്കലി AWS തന്നെ ആ ഒരു ക്യൂവിലേക്ക് കൊണ്ടുവരുത്തിക്കൊള്ളും. സോ അതിനെ ഡെഡ് ലെറ്റർ ക്യൂ എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ കറക്റ്റായ ഇവൻറ്റ്സ് ഈ പറഞ്ഞ മെയിൻ ക്യൂവിൽ വന്നു കഴിഞ്ഞാൽ ആ ക്യൂവിനെ ഈ പറഞ്ഞ ലാംഡയിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1000 ഇവൻറ്റ്സ് ആ പറഞ്ഞ ക്യൂവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് എൻട്രീസ് ഇൻ ദ ക്യൂ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പറഞ്ഞ ലാംഡ 1000 ഇൻസ്റ്റൻസസ് പാരലലി എക്സിക്യൂട്ട് ചെയ്യും. അത് എക്സിക്യൂട്ടായി വരാൻ 1 മിനിറ്റ് കൊണ്ട് ഒരു 1000 സെക്കൻഡ്സ് 1000 ഇൻസ്റ്റൻസസ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് എൻട്രീസ് ഇൻ ദ ക്യൂ അത് സ്പിൻ ഔട്ട് ആവും. നമുക്കവിടെ എത്രത്തോളം ഇത് സ്കെയിൽ ഔട്ട് ആവണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. അതിൻ്റെ മെമ്മറി, CPU ഇതൊക്കെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. സോ അതിനനുസരിച്ചായിരിക്കും ഇത് ഇതാവുന്നത്. സോ ഇത് ആ കോൺഫിഗർ ചെയ്ത മെമ്മറിയുടെ അവൈലബിലിറ്റി ആൻഡ് CPU ഇതനുസരിച്ച് സ്കെയിലാവും. സ്കെയിലായി കഴിഞ്ഞാൽ ഇത് പാരലലി എക്സിക്യൂട്ട് ചെയ്യും. പാരലലി എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനെ പാരലലി എക്സിക്യൂട്ട് ചെയ്ത ഒരു ഔട്ട്പുട്ടായിരിക്കും ഇത് ഫൈനലി കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. സോ ഇത്തരം ബിസിനസ് റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള കോംപ്ലെക്സ് വർക്ക് ഫ്ലോസ് ലാംഡ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ ഈ വർക്ക് ഫ്ലോയിലുള്ള ഈച്ച് ടാസ്കും വളരെ കുറച്ച് നേരം കൊണ്ട് ചെയ്ത് അങ്ങ് ക്ലോസ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും ഉള്ളത്. അതുകൊണ്ട് ലാംഡയുടെ ഒരു മാക്സിമം എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് 5 minutes to 15 minutes വരെയൊക്കെയാണ്. അതിൽ കൂടുതൽ വരുന്ന കേസസ് എക്സാക്ട്ലി പറഞ്ഞ ലാംഡയ്ക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ചോയ്സ് അല്ല. അങ്ങനെയുള്ള കേസസിന് കൂടുതൽ കണ്ടെയ്നർ പ്ലാറ്റ്ഫോംസ് അങ്ങനെയുള്ളതായിരിക്കും നല്ലത്. കാരണം കോസ്റ്റ് എഫക്റ്റീവ് ആവില്ല. കുറച്ച് നേരം ഒരു വേരിയബിൾ ആയിട്ടുള്ള ലോഡ് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന കേസസൊക്കെ ആണെങ്കിൽ ഈ ലാംഡ സ്യൂട്ടബിളാണ്. പിന്നെ കൂടുതൽ നേരം എടുക്കുന്നത് പാരലലി വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ലാംഡ സ്പിൻ ചെയ്ത് അങ്ങനെ ഒരു ആർക്കിടെക്ചറും സ്റ്റെപ്പ് ഫങ്ഷൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും അങ്ങനത്തെ വർക്ക് ഫ്ലോസും. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ലാംഡ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഓർക്കസ്ട്രേഷൻ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് വർക്ക് ഫ്ലോ ഓർക്കസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഷോപ്പിംഗ് ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് വർക്ക് ഫ്ലോ ആ ഒരു ഷോപ്പ് കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു. അത് അതിൻ്റെ ഫസ്റ്റ് വർക്ക് ഫ്ലോ ആണ്. സെക്കൻഡ് വർക്ക് ഫ്ലോ അത് ഓർഡർ കൺഫേം ചെയ്യുന്നു. മൂന്നാമത്തെ വർക്ക് ഫ്ലോ ചിലപ്പോൾ ഒരു പേയ്മെൻറ്റ് ഇതായിരിക്കും. ഫൈനലി അതിന് ഷിപ്പ് ചെയ്യുക, ഡെലിവറി ചെയ്യുക, ഇതിൻ്റെ ഇടയ്ക്കുള്ള സബ് വർക്ക് ഫ്ലോസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. സോ ഇതിനെല്ലാം കൂടിയാണ് ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. ഈ വർക്ക് ഫ്ലോ ഓർക്കസ്ട്രേഷൻ ചെയ്യാൻ ഈ പറഞ്ഞ സ്റ്റെപ്പ് ഫങ്ഷൻസ് വെച്ചിട്ട് പറ്റും. സ്റ്റെപ്പ് ഫങ്ഷൻസ് ആക്ച്വലി ഒരു ഓർക്കസ്ട്രേറ്റാണ്. അതിൻ്റെ ഒരു ഇൻ്റർഫേസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മൾട്ടിപ്പിൾ ലാംഡാസ് കാണും. ഈ ഓരോ ലാംഡയും ഓരോ വർക്ക് ഫ്ലോ ഇൻഡിവിജ്വലായിരിക്കും ചെയ്യുന്നത്. സോ ഇത്തരം ഇതുവഴി അതിൽ റീട്രൈ മെക്കാനിസം അങ്ങനെ ഒക്കെയുള്ള ഫങ്ഷനാലിറ്റി ഇൻബിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ഫങ്ഷനിൽ തന്നെയുണ്ട്. അപ്പോൾ ഒരു വർക്ക് ഫ്ലോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക, അതിനെ റീട്രൈ ചെയ്യുക, അങ്ങനത്തേക്കുള്ള കാര്യങ്ങളൊക്കെ അതിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്തരം ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ഈ സർവർലെസ് സർവീസസ് AWS പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് വിതൗട്ട് മാനേജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഈസി ആയിട്ട് ഇത്തരം സർവീസസും വർക്ക് ഫ്ലോസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു API ലെവലിലുള്ള സർവീസസ് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ API ഗേറ്റ്വേയും ഓൾസോ ഈ AWS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുവഴി ഈ പറഞ്ഞ ലാംഡ സർവീസസിനൊക്കെ അല്ലെങ്കിൽ ബാക്കിലുള്ള സ്റ്റെപ്പ് ഫങ്ഷൻ തന്നെ സർവീസിനൊക്കെ ഒരു API ഗേറ്റ്വേ വഴി കണക്ട് ചെയ്യാൻ പറ്റും. സോ ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസ് ചെയ്യുന്ന API മുഖാന്തരം ഈ പറഞ്ഞ വർക്ക് ഫ്ലോസിനൊക്കെ ട്രിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. മാത്രമല്ല API ഗേറ്റ്വേ അഡീഷണൽ കുറേ ഓഫറിങ്സും കൊടുക്കുന്നുണ്ട്, ഫീച്ചേഴ്സും കൊടുക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ ബിൽറ്റ് ഇൻ ത്രോട്ട്ലിംഗ്, ക്യാഷിംഗ്, മോണിറ്ററിങ് ഇതൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ സർവീസിൻ്റെ ഒരു പ്രധാന പ്രത്യേകത AWSലുള്ള മിക്കവാറുള്ള സർവീസിൽ എസ്പെഷ്യലി സർവർലെസ് സർവീസസിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്
അതിൽ ഇൻബിൽട്ടായിട്ട് തന്നെ മോണിറ്ററിങ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. സോ ലാംഡയിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് അത് AWS ക്ലൗഡ് വാച്ചിൽ അവൈലബിൾ ആയിരിക്കും, അതിൻ്റെ ലോഗ്സ് ഒക്കെ തന്നെ. സിമിലർലി ഇവൻറ്റ് ബ്രിഡ്ജിലോ SQSലോ ഒക്കെ ഉണ്ടാകുന്ന എല്ലാ ഇവൻറ്റ്സും എല്ലാ തരത്തിലുള്ള ആ ഒരു പ്രോസസ്സിങ് ലോഗ്സും എല്ലാം ക്ലൗഡ് വാച്ചിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. സോ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ട് ഒരു ലൊക്കേഷനിൽ നിന്ന് ഇതിൻ്റെയൊക്കെ ഒരു ഫങ്ഷണാലിറ്റി എടുക്കാൻ പറ്റും. സോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് AWSൻ്റെ സെർവർലെസ് കമ്പ്യൂട്ട് ആൻഡ് ഓർക്കസ്ട്രേഷൻ സർവീസ് ആയിരുന്നു. പിന്നെയുള്ളത് ഇവൻറ്റ് ഡ്രിവൺ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസ് ആണ്. ഇപ്പം AWSൽ ഇവൻറ്റ് ബ്രിഡ്ജ് എന്ന് പറയുന്ന സർവീസ്, അത് ഈ ഇവൻറ്റ്സിനെയൊക്കെ കണക്ട് ചെയ്യാനുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരുപാട് നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്തപ്പോൾ S3 എന്നുള്ള ഇവൻറ്റ് ബ്രിഡ്ജ് വഴി കണക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇവൻറ്റ് ബ്രിഡ്ജിന് ഒരുപാട് ഇൻപുട്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. SQC എന്നുള്ള ഇൻപുട്സ്, മറ്റ് ഏതെങ്കിലും സർവീസസ്, അതായത് GenAI സർവീസസ് എന്നുള്ള ഇൻപുട്ട്, അങ്ങനെ പല ഇൻപുട്സ് എല്ലാം ഇവൻറ്റ് ബ്രിഡ്ജിന് കൊടുക്കാൻ പറ്റും. സോ ഇതൊരു കൈൻഡ് ഓഫ് ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം പോലെ ഡിഫറെൻറ്റ് ഇവൻറ്റ്സിനെ കണക്ട് ചെയ്യാനുള്ള ഒരു സർവീസായിട്ട് യൂസ് ചെയ്യും. സോ ഇങ്ങനെ കണക്ട് ചെയ്യുന്നത് വഴി എന്താ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികം ടൈറ്റ് കപ്ലിങ്, അതായത് ടൈറ്റ് ഡിപ്പെൻഡൻസി ഇല്ലാതെ തന്നെ പല സർവീസസിനെ ഇൻഡിവിജ്വലായിട്ട് നിർത്താനും ഇവയെ തമ്മിൽ ഈ പറഞ്ഞ റൂട്ടിംഗ് വഴി കണക്ട് ചെയ്യിക്കാനും പറ്റും. സോ ഇൻഡിവിജ്വലി ഈ പറഞ്ഞ സർവീസസിന് എല്ലാം അതിൻ്റേതായ ഫങ്ഷണാലിറ്റി, പല ലാംഡാസ് ഉണ്ടെങ്കിൽ അത് അതിൻ്റേതായ ഫങ്ഷണാലിറ്റി, സ്പെസിഫിക് ഫങ്ഷണാലിറ്റി ചെയ്യുന്നു. അതേസമയം ഏതെങ്കിലും ഒരു റൂട്ടിൻ്റെ ഏതെങ്കിലും ഒരു സർവീസിൻ്റെ ഔട്ട്പുട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ക്യാച്ച് ചെയ്തിട്ട് മറ്റൊരു സർവീസുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവൻറ്റ് ബ്രിഡ്ജ് വഴി ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഒരു റൂട്ടിംഗ് ലെവലിൽ ഇവൻറ്റ് ബ്രിഡ്ജ് ഭയങ്കരമായിട്ട് ഒരു ബെനിഫിറ്റാണ്. പിന്നെ ആമസോൺ കൈനസിസ് എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്. അത് റിയൽ ടൈം ഡേറ്റ സ്ട്രീമിംഗ് ക്യാപ്പബിലിറ്റീസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സർവീസാണ്. കൂടാതെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ ആമസോൺ SQS എന്ന് പറഞ്ഞൊരു സർവീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. SQS സർവീസ് ആക്ച്വലി കൈൻഡ് ഓഫ് ഒരു ക്യൂ സർവീസാണ്. ഒരു ഇവൻറ്റിൽ നിന്നുള്ള ഒരു ഇൻപുട്സ് നമ്മൾ ക്യൂയിൽ സ്റ്റോർ ചെയ്തിട്ട് ആ ക്യൂയിൽ നിന്നായിരിക്കും അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ S3 എന്നുള്ള ഇവൻറ്റ്സ് നമുക്ക് ക്യൂയിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ലാംഡയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബേസ്ഡ് ഓൺ എൻട്രീസ് ഇൻ ദ ക്യൂ ലാംഡ ഓട്ടോമാറ്റിക്കായിട്ട് സ്കെയിൽ ഔട്ട് ആവും. അത്ര ഇവൻറ്റ്സ് പാരലലി അത് വർക്കൗട്ട് ആയിക്കോളും. മാത്രമല്ല ഈ ഒരു ക്യൂയിൽ നിന്ന് നമുക്ക് വേറെ ഒരു സബ് ക്യൂകളിലേക്കും പോയിട്ട് അങ്ങനെ ഒരു കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. സോ വൺസ് ഈ ഒരു ഇവൻറ്റ് ക്യൂവിൽ വന്നു കഴിഞ്ഞാൽ ഇവൻറ്റ് ബ്രിഡ്ജിൻ്റെ അല്ലെങ്കിൽ S3യുടെ റെസ്പോൺസിബിലിറ്റി അവിടെ തീരുകയാണ്. അതിന് ബാക്കി എന്തൊക്കെയാണ് ഇനി അങ്ങോട്ട് ചെയ്യണമെന്നുള്ളത് അധികം ബോധറാവേണ്ട കാര്യമില്ല. സോ അങ്ങനെ ഒരു മോഡുലർ ലെവലിൽ റെസ്പോൺസിബിലിറ്റി ഓരോ സർവീസസിനും കുറയുന്നതാണ്. പിന്നെ SQS തൊട്ട് അങ്ങോട്ട് എങ്ങനെ ഇത് പോകണമെന്നുള്ളത് മറ്റ് സർവീസസിന് SQSനെ യൂസ് ചെയ്യുന്ന സർവീസസ് ഡിസൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അവരുടെ ഔട്ട്പുട്ട് വേറെ ഒരു ക്യൂവിൽ കൊടുക്കണമെങ്കിലും കൊടുക്കാൻ പറ്റും. അങ്ങനെ ഈ പറഞ്ഞൊരു വർക്ക് ഫ്ലോ, കോംപ്ലക്സ് ആയിട്ടുള്ള വർക്ക് ഫ്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ SNS എന്ന് പറഞ്ഞ ഒരു സർവീസ് ഇതുപോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് പല സർവീസസിന് കൊടുക്കണമെന്നുണ്ടെങ്കിലും SNS യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് SNS വെച്ചിട്ട് സ്പെസിഫിക് സർവീസസിലേക്ക് ഒരു ട്രിഗർ പോലെയോ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ പറ്റും. സോ ഡിസ്ട്രിബ്യൂട്ടഡ് സർവീസസിൽ ഇത് ഒരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സർവീസസാണ് ഈ പറഞ്ഞ SNS. കാരണം സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു സർവീസസിലേക്ക് നോട്ടിഫിക്കേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫാൻ ഔട്ട് ചെയ്യണം എന്നുള്ള കേസസ് ഒക്കെ വരാൻ നേരത്തെ SNS യൂസ് ചെയ്യാൻ പറ്റും. സോ ഈ ക്യൂവിൽ വന്നത് ഫാൻ ഔട്ട് ചെയ്ത് പല സർവീസസിലേക്കും കൊടുക്കാൻ പറ്റും. സോ ഏത് സർവീസാണോ അത് പിക്കപ്പ് ചെയ്യുന്നത് അത് പിക്കപ്പ് ചെയ്ത് ചെയ്യും. പിന്നെ ഈ ക്യൂയിൽ നിന്ന് ഒരു സർവീസ് നമുക്ക് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ലാംഡ പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇവൻറ്റ് വേറെ ഒരു സർവീസിന് കിട്ടില്ല. കാരണം കുറച്ച് നേരത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി ഹൈഡ് ആവും. ഒരു ക്യൂയിൽ നിന്നൊരു ഇവൻറ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന് ഒരു ഇൻവിസിബിൾ പീരീഡ് എന്നാണ് പറയുന്നത്. ആ സമയം അത് ആ ഒരു ഇവൻ്റ് അങ്ങ് ഹൈഡാവും. സോ വേറെ ഒരു ഇവൻറ്റും ക്വറി ചെയ്യുന്ന ഇവൻറ്റിന് അത് കിട്ടത്തില്ല. പിന്നെ അത് ഇന്നൊരു ടൈം കഴിഞ്ഞ്, അതായത് ഈ ക്യാച്ച് ചെയ്ത സർവീസ് അത് എക്സിക്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം കഴിയുമ്പോൾ അത് വീണ്ടും ഇതാവും. സോ ഇങ്ങനെ രീതിയിലൊരു റിലയബിലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ആ രീതിയിലാണ് അത് വർക്കൗട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 1000 ഇവൻറ്റ്സ് SQSൽ വന്നു.
ലാംഡ ഒരു 1000 ലാംഡ സ്പിൻ ചെയ്തു. പക്ഷേ അതിലൊരു ലാംഡയ്ക്ക് ഒരു ഇവൻ്റ് ചെയ്യാൻ പറ്റിയില്ല, അതിനെ പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തോ കാരണവശാൽ ജസ്റ്റ് ആ എക്സിക്യൂഷൻ്റെ മിഡിൽ സമയത്ത് ലാംഡ ബ്രേക്ക് ഔട്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗൺ ആയി. അങ്ങനെ വരുന്ന സമയത്ത് എന്തോ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻട്രി കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വിസിബിൾ ആവും. ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവൻ്റ് ഈ പറഞ്ഞ ക്യൂയിൽ നിന്ന് റീഡ് ചെയ്യാൻ നേരത്ത് ഒരു ഹാൻഡിലർ കൂടി ഈ പറഞ്ഞ എക്സിക്യൂഷൻ ലാംഡ ക്യാച്ച് ചെയ്തിട്ട് ആ ഒരു ഇവൻ്റ് സക്സസ്ഫുള്ളി എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ ആ പറഞ്ഞ ക്യൂ എൻട്രി ഡിലീറ്റ് ചെയ്യും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തോ സംഭവിച്ചു എന്നുള്ള ഒരു അസംഷനിൽ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു എൻട്രി വീണ്ടും റീഅപ്പിയർ ചെയ്യുന്ന നേരത്തെ വേറെ ഒരു ലാംഡ ചിലപ്പോൾ ഇത് പിക്കപ്പ് ചെയ്ത് പ്രോസസ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ ഈ രീതിയിലൊരു സ്കെയിലബിൾ സിസ്റ്റംസ് ഈ പറഞ്ഞ ഇവൻ്റ് ഡ്രിവൺ ആർക്കിടെക്ചർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ തരത്തിലുള്ള സർവീസാണ് സെർവർലെസ് ഡേറ്റാസ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നെക്സ്റ്റിലേക്ക് പോവാം. സോ ഇത്തരം കോംപ്ലെക്സ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യാൻ നേരത്തെ ചിലർക്ക് വരുന്നൊരു ഡൗട്ടാണ്, ഞാനും ഇത് കേട്ടിട്ടുണ്ട് ഒരുപാട്, ഇത് ആർക്കിടെക്ചർ കുറച്ചുകൂടി കോംപ്ലെക്സ് ആവും എന്നുള്ളത്. ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കങ്ങനെ തോന്നാം. കാരണം നമ്മൾ സിമ്പിളായിട്ടൊരു സിസ്റ്റത്തിലെല്ലാം കൂടി സ്റ്റോർ ചെയ്ത് അതിലുള്ള മൾട്ടിപ്പിൾ ഫങ്ഷൻസ് പല മെത്തേഡ്സും ചെയ്യുന്ന ഒരു രീതി അപ്രോച്ച് ആണ് ട്രഡീഷണലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ അത് കാരണം നമുക്ക് ഒരു സിമ്പിൾ ഒരു ആർക്കിടെക്ചർ ഡയഗ്രാം നോക്കുമ്പോൾ അതിൽ ഒരു സെർവർ സിസ്റ്റം കാണും, പിന്നെ ഒരു ക്ലയൻറ്റ് സിസ്റ്റം കാണും. പക്ഷേ ഈ സെർവർ സിസ്റ്റത്തിനകത്ത് മൾട്ടിപ്പിൾ കോഡ് ബേസും മൾട്ടിപ്പിൾ മെത്തേഡ്സും ഒക്കെ ടൈറ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. സോ അതിൽ നമുക്ക് വിസിബിലിറ്റി ഇല്ല. സോ അത് വെച്ച് നോക്കുമ്പോൾ ഈ സെർവർലെസ് കമ്പാരിറ്റീവ്ലി സിംപ്ലറാണ്. ഈവൻ കുറച്ച് അതിൻ്റെ കമ്പോണൻസ് കൂടുതലായിട്ട് നമുക്ക് ഫെയിൽ ചെയ്യുമെങ്കിലും, എസ്പെഷ്യലി ഈ വർക്ക് ഫ്ലോസ് ഒക്കെ വരാൻ നേരത്ത് കമ്പോണൻസ് കൂടുതൽ ഫെയിൽ ചെയ്യുന്നുണ്ടെങ്കിലും ആക്ച്വലി കൂടുതൽ ഗ്രാനുലർ കൺട്രോൾ ഇതിന് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല ഓരോ ഇൻഡിവിജ്വൽ കമ്പോണൻസ് ഇൻഡിപെൻഡൻ്റ് സ്കെയിൽ ചെയ്യാൻ പറ്റും. മറ്റേതിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ആ സെർവർ മൊത്തത്തിലായിട്ട് സ്കെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. അടുത്തൊരു ഫീച്ചർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവർലെസ് ഫ്രെയിംവർക്സ് ഈ പറഞ്ഞ ക്ലൗഡ് ഫോർമേഷനിലും ഇതിലൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ സെർവർലെസ് ഫ്രെയിംവർക്ക് വഴി ഇത് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലൗഡ് ഫോർമേഷൻ സ്ക്രിപ്റ്റിനകത്ത് തന്നെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ സെർവർലെസ് കമ്പോണൻ്റ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡ് എഴുതാൻ പറ്റും. സോ അത് കാരണം വൺസ് ആ ഒരു ക്ലൗഡ് ഫോർമേഷൻ സ്ക്രിപ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് ഇൻ പ്ലേസ്. സോ നമ്മളത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെർവർലെസ് സിസ്റ്റംസ് എല്ലാം അപ്പാവും. നമുക്കത് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. സോ ഓൺ ദ ഫ്ലൈ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ആർക്കിടെക്ചേഴ്സും ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റും. സോ ഇത് കാരണം നമുക്ക് ഹൈ അവൈലബിലിറ്റി സിസ്റ്റംസ് ഇതിൽ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഔട്ടേജ് വരുന്നുണ്ടെങ്കിൽ വിതിൻ സെക്കൻഡ്സ് അടുത്ത സ്ഥലത്ത് ഇത്തരം സർവീസസ് ബേസ്ഡ് ഓൺ ആൻ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു കൈൻഡ് ഓഫ് സർവീസസ് ആണ് സ്റ്റോറേജ് സർവീസസ്. ആമസോൺ S3 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. S3 കമ്പാരിറ്റീവ്ലി ഓൾഡസ്റ്റ് സർവീസാണ് AWSൻ്റെ. S3 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതൊരു ഒബ്ജക്റ്റ് സ്റ്റോറേജ് പോലെയാണ് ചെയ്തത്. ഇപ്പോൾ അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് എക്സ്ട്രാ ഉണ്ട്. മാത്രമല്ല ഈ പറഞ്ഞ മോഡേണൈസേഷൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു ഡിസ്കഷൻ ഈ എപ്പിസോഡ് ആയതുകൊണ്ട് കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ ഈ പറഞ്ഞ ഫീച്ചർ ഈ പറഞ്ഞ ഈ S3 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം S3 മൾട്ടിപ്പിൾ സ്റ്റോറേജ് ക്ലാസ്സസ് വച്ചിട്ട് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ഡിഫറെൻറ്റ് സ്റ്റോറേജ് ക്ലാസ്സസിൽ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ കൂടുതൽ തവണ സ്ഥിരം ആക്സസ് ചെയ്യുന്ന ഐറ്റംസൊക്കെ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാം. അതായിരിക്കും ബൈ ഡിഫോൾട്ട് ക്ലാസ് എന്ന് പറയുന്നത്. അതേസമയം നമുക്കിപ്പോൾ ഒരു വർഷത്തിൽ ഒരിക്കലൊക്കെ മാത്രം റീഡ് ചെയ്യുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ആർക്കൈവ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലേക്ക് ഒരു ക്ലാസ്സിലേക്ക് മാറ്റാം. ഇങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആയിട്ട് ഇത് മാറ്റുന്നതിൻ്റെ മെയിൻ ബെനിഫിറ്റ് കോസ്റ്റ് ഒപ്റ്റിമൈസേഷനാണ്. കാരണം ഈ ആർക്കൈവായിട്ട് വച്ചിരിക്കുന്ന ക്ലാസ്സസിൽ സ്റ്റോർ ചെയ്യുന്ന ഒബ്ജക്ട്സിന് ചാർജ് വളരെ കുറവാണ്. പിന്നെ അത് ആക്സസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിന് ഒരു ചാർജ് വരുന്നുള്ളൂ. സോ അത് കാരണം
ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇതൊക്കെ തന്നെ ഈ പറഞ്ഞ ഏത് ഒബ്ജക്റ്റ് ആണ് ഏത് ക്ലാസ്സിൽ വയ്ക്കേണ്ടതെന്നുള്ള ഒരു ഡിസിഷൻ ഇനീഷ്യലി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൽ ഇൻ്റലിജൻറ്റ് ടിയർ എന്ന് പറഞ്ഞൊരു ക്ലാസ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ചൂസ് ചെയ്യാം. അപ്പം അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ S3യിലുള്ള അണ്ടർലൈയിങ് സർവീസസ് ഇതിനെ ഒബ്സർവ് ചെയ്യും. ഈ പറഞ്ഞ നമ്മുടെ ഡേറ്റയുടെ ഒരു പാറ്റേൺ ഒബ്സർവ് ചെയ്യും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് യൂസ് ചെയ്യാത്ത ഡേറ്റാസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോവർ ക്ലാസ്സസിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റും. അപ്പം കൂടുതൽ നല്ല ഒപ്റ്റിമൈസേഷൻ അവിടെ ഉണ്ടാകും. അതേസമയം ഫ്രീക്വൻ്റ്ലി ആക്സസിങ്ങിന് ചാൻസ് ഉള്ള ഐറ്റംസൊക്കെ ആണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ക്ലാസ്സസിൽ വയ്ക്കും. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ പറഞ്ഞ പോലെ ആമസോൺ ക്യൂ സർവീസിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആമസോണിൻ്റെ ഡോക്യുമെൻറ്റേഷനിലോ AWSൻ്റെ ഡോക്യുമെൻറ്റേഷനിലോ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഇത് അല്ലാതെ തന്നെ ഒരുപാട് റിസോഴ്സസ് AWS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൽ ബിൽഡർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് നല്ല റിസോഴ്സാണ്. അതിൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഫ്രീ കോഴ്സസ് ഇഷ്ടം പോലെ ഉണ്ട് സ്കിൽ ബിൽഡറിനകത്ത്. സോ അതുവഴി ഫ്രീ കോഴ്സസിനെ ഓപ്റ്റ് ചെയ്യാം. പേയ്മെൻ്റ് ഉള്ളതാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഫുൾ ഫീച്ചർ കിട്ടും. പക്ഷെ പേയ്മെൻറ്റ് മന്ത്ലി അറൗണ്ട് 2000 സംതിങ് എന്തോ പേ ചെയ്യണം. അത് നിങ്ങൾക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ കോഴ്സസും യൂസ് ചെയ്യാം. അതിൽ ഓപ്ഷനുണ്ട്. പിന്നെ AWS ഇവൻറ്റ്സ് എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്. അതിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സിൻ്റെ ലൈവ് അല്ലെങ്കിൽ റെക്കോർഡഡ് വീഡിയോസ് കാണാൻ പറ്റും. പിന്നെ ഗോ ടു സെർവർലെസ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിനകത്തും AWS റിലേറ്റഡ് സ്പെസിഫിക് ട്രെയിനിങ്സ് കാണാൻ പറ്റും. ട്രെയിനിങ്സ് ആൻഡ് വീഡിയോസ് കാണാൻ പറ്റും. ഇത് കൂടാതെ AWS ആർക്കിടെക്ചർ സെൻറ്റർ, പിന്നെ ട്വിച്ച് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ ഒരുപാട് ട്രെയിനിങ്സ് വരാറുണ്ട്, ലൈവ് ട്രെയിനിങ്സ് വരാറുണ്ട്. അതും ചുരുക്കം പറഞ്ഞ എനഫ് റിസോഴ്സസ് ഇഷ്ടം പോലെയുണ്ട്. ഇത് ഒക്കെ കൂടാതെ തന്നെ AWS ക്യൂ എന്ന് പറയുന്നത് ഒരു ഏജൻറ്റിക് AI പ്ലാറ്റ്ഫോമാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യൂവിൻ്റെ അടുത്ത് ഒരു ചാറ്റ് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജെമിനി അല്ലെങ്കിൽ ഈ ChatGPTയുടെ അടുത്ത് ചോദിക്കുന്ന പോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എന്താണ് ക്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AWSൻ്റെ ലേണിങ്സിനെ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന AWSൻ്റെ ബെസ്റ്റ് പ്രാക്ടീസസിനൊക്കെ വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. ബേസിക്കലി അത് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു മോഡലാണ് യൂസ് ചെയ്യുന്നത്, LLM മോഡലാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് AWS സ്പെസിഫിക് ആയിട്ടുള്ള പാറ്റേൺസ് അല്ലെങ്കിൽ ബെസ്റ്റ് പ്രാക്ടീസസും മറ്റു കാര്യങ്ങളും ഇതിനെ AWS ക്യൂവിന് കൊടുത്തിട്ടുണ്ട്. സോ അത് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ AWS കോൺസോളിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഫ്രീ ടയർ അനുസരിച്ച് കുറേ യൂസേജ് AWS ക്യൂവിൻ്റെ ചെയ്യാം. സോ അതുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത് കൂടാതെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മറ്റേ സപ്പോർട്ട് ചെയ്യുന്ന IDs ഉണ്ടെങ്കിൽ അവിടെയും ഒരു എക്സ്റ്റൻഷൻ പോലെ AWS ക്യൂ ഇൻസ്റ്റാൾ ചെയ്യാം. ഒരു ബിൽഡർ ID ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് അതുമായിട്ട് ചാറ്റ് ചെയ്യാം. മാത്രമല്ല ഇതൊരു ഏജൻറ്റിക് സിസ്റ്റം കൂടെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏജൻറ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യൂവിനെ ഇൻസ്ട്രക്റ്റ് ചെയ്യാം. നിങ്ങൾക്കൊരു ഇപ്പോൾ ഒരു പൈതൺ അല്ലെങ്കിൽ ഒരു .NET അല്ലെങ്കിൽ ഒരു ജാവാസ്ക്രിപ്റ്റിൽ നിങ്ങൾക്ക് S3 ഒരു കാര്യം റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ പ്രോംപ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ക്ലിയർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആപ്പ് ക്രിയേറ്റ് ചെയ്യും. മാത്രമല്ല നിങ്ങൾക്കിപ്പോൾ ഒരു റിയാക്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യും. സോ ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ ഡെവലപ്മെൻറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഇത് തന്നെ ക്രിയേറ്റ് ചെയ്യും. കൂടാതെ ഇപ്പോൾ ലാംഡയിൽ ഒരു സർവീസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു ലാംഡ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാലിറ്റിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആമസോൺ ക്യൂ വഴി കൊടുക്കാം. കൂടാതെ ക്ലൗഡ് ഫോർമേഷൻ്റെ ഒപ്റ്റിമൈസേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ക്ലൗഡ് ഫോർമേഷൻ മീൻസ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡാണ്. സോ ഈ പറഞ്ഞ എല്ലാ സർവീസസും നിങ്ങൾ മാനുവലി ചെന്ന് ഇനിഷ്യലി ക്രിയേറ്റ് ചെയ്യുമായിരിക്കാം ഈ പറഞ്ഞ കോൺസോൾ വഴി. ബട്ട് പ്രൊഡക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഇതൊരു ഇൻഫ്രാസ്ട്രക്ചർ കോഡായിട്ടായിരിക്കും നോർമലി പോകാറുള്ളത്. കാരണം ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സിൽ ഈ കോഡ്സ് അനുസരിച്ച് അത് ക്രിയേറ്റ് ചെയ്യാനും ഡിപ്ലോയ് ചെയ്യാനൊക്കെ ഉള്ള ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് കിട്ടും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ കാര്യം. പിന്നെ ഇത് കൂടാതെ തന്നെ ഓർഗനൈസേഷൻ ലെവലിൽ വരാൻ നേരത്ത് ഈ പറഞ്ഞ സർവീസസ് ക്രിയേറ്റ് ചെയ്യുന്നു, സെർവർലെസ് യൂസ് ചെയ്യുന്നു. ഇത് കൂടാതെ
ഒരു മാനേജ്മെൻറ്റ് ലെവലിൽ, ഒരു സെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് ലെവലിലും ബില്ലിംഗ് ലെവലിലും, പിന്നെ അതിനെ ഒരു ഇൻഡിവിജ്വൽ ടീംസ് ഓൺ ചെയ്യുന്ന ആ ലെവലിലൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് AWS ഓർഗനൈസേഷൻസ് എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. അതുവഴി നമുക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇതൊക്കെ ഒരു സിംഗിൾ ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ കൊണ്ടുവരാം. പിന്നെ ഇതുകൂടാതെ AWS കൺട്രോൾ ടവർ എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്. അതുവഴി ഓട്ടോമേറ്റഡ് അക്കൗണ്ട് സെറ്റപ്പ് ആൻഡ് ഗവർണൻസ് ഗാർഡ് റെയിലൊക്കെ ചെയ്യാം. പിന്നെ AWS കോൺഫിഗ് എന്ന് പറഞ്ഞ ടൂളുണ്ട്. അതുവഴി കംപ്ലയൻസ് മോണിറ്ററിംഗ് ഒക്കെ ചെയ്യാം. സോ ഇതൊക്കെ ഒരു കൂടുതൽ ഓർഗനൈസേഷൻ പെർസ്പെക്റ്റീവിൽ വരുമ്പോഴാണ് അവിടുത്തെ ഒരു കംപ്ലയൻസ് ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സിനൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ്. മാത്രമല്ല AWS ഒരുമാതിരിപ്പെട്ട എല്ലാ ഈ പറഞ്ഞ റെഗുലേറ്ററി കംപ്ലയൻസും മീറ്റ് ചെയ്യുന്നുണ്ട്. ഹെൽത്ത് കെയറിന് HIPAA കംപ്ലയൻസ് മീറ്റ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചാണ് ഫിലിപ്സ് ഹെൽത്ത് കെയർ അവരുടെ ക്ലൗഡ് നേറ്റീവ് മെഡിക്കൽ ഇമേജിംഗ് സിസ്റ്റം AWS വെച്ച് ചെയ്തിട്ടുള്ളത്. ഫിലിപ്സ് മാത്രമല്ല, GE, അങ്ങനെ ഒരുപാട് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അവർ കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ ലാംഡ, S3, ഇവൻറ്റ് ബ്രിഡ്ജ് അങ്ങനെയുള്ള സർവീസസ് ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഈ ഡേറ്റ സെക്യൂർ ആവാൻ വേണ്ടിയുള്ള റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ഒക്കെ AWS മീറ്റ് ചെയ്യുന്നുണ്ട്. സോ അതും ഇൻബിൽഡായിട്ട് തന്നെ ഈ സർവീസസിലെല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു റിട്ടേൺ, അതായത് ഇങ്ങനെയൊക്കെ മാറുന്ന ഓർഗനൈസേഷൻസിൻ്റെ റിട്ടേൺ, ഈ ക്ലൗഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് റിട്ടേൺ കിട്ടുക എന്നുള്ളതാണ്. ഇത് എക്സാക്ട്ലി കറക്റ്റ് രീതിയിൽ ഇതിൻ്റെ ഒരു ട്രാൻസ്ഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ മോഡേണൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ അറൗണ്ട് ഓവറോൾ ഒരു 20-40% കോസ്റ്റ് റിഡക്ഷൻ സർവർലെസ് അഡോപ്ഷൻ വഴി കിട്ടും. കാരണം ഈ പറഞ്ഞ ഐഡിയൽ റിസോഴ്സസിന് പേ ചെയ്യുന്നില്ല. പിന്നെ ഓപ്പറേഷണൽ ഓവർഹെഡ് കുറയ്ക്കുന്നുണ്ട്. കാരണം ഒരു VM മാനേജ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ വരുന്നില്ല. സോ ഒരു 20-40% മിനിമം കോസ്റ്റ് റിഡക്ഷൻ പ്രതീക്ഷിക്കാം, എക്സാക്ട്ലി കറക്റ്റായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഉണ്ടെങ്കിൽ. പിന്നെ ഇത് കൂടാതെ അഡ്വാൻസ്ഡ് കോസ്റ്റ് ഒപ്റ്റിമൈസേഷനും ഈ പറഞ്ഞ സർവർലെസ് സിസ്റ്റംസിന് കിട്ടാം. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷനിൽ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ലോഡ് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ, ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, AWSൽ അതിൽ ടൂൾസ് ഉണ്ട്, ബഡ്ജറ്റ് ടൂൾസിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കോസ്റ്റ് എക്സ്പ്ലോററൊക്കെ ഉണ്ട്. ഇതുവഴി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പ്രൊവിഷൻഡ് ആയിട്ടുള്ള ഒരു കുറേ സർവീസസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഈ പെർഫോമൻസ് ഉള്ള കേസസിൽ ഈ പറഞ്ഞ പ്രൊവിഷൻഡ് സർവീസസ് യൂസ് ചെയ്യാം. AWS ലാംഡ പോലെയുള്ള ഈ സർവീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ അവിടെ കിട്ടാം. പിന്നെ സേവിങ്സ് പ്ലാൻസ് ഉണ്ട്. അതായത് കമ്മിറ്റഡ് ആയിട്ട് ഇത്ര സമയത്തേക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സഡ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് എൻഷുർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ AWS സേവിങ്സ് പ്ലാൻസ് തരുന്നതായിരിക്കും. പിന്നെ ബൈ ഡിഫോൾട്ട് തന്നെ ഈ പറഞ്ഞ പോലെ ഈ ഒരു ഓട്ടോമാറ്റിക് സ്കെയിലിംഗ് ഉള്ളതുകൊണ്ട് ഓവർ പ്രൊവിഷനിങ് ബൈ ഡിഫോൾട്ട് തന്നെ എലിമിനേറ്റ് ആവുന്നുണ്ട്. അത് കാരണം ബൈ ഡിഫോൾട്ട് തന്നെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് കിട്ടും. അഗെയിൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, എല്ലാ യൂസ് കേസിനും ഇത് സർവർലെസ് സ്യൂട്ടബിൾ ആണോ എന്ന് ഇവിടെ നോക്കുക. ബട്ട് ചിലർ പൊതുവേ പറയാറുണ്ട് സർവർലെസ് എല്ലായിടത്തും സ്യൂട്ടബിൾ അല്ല, അങ്ങ് ബ്ലൈൻഡായിട്ട് പറയാറുണ്ട്. അതൊരു ട്രെൻഡ് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയല്ല. ആക്ച്വലി ഇത് മെജോറിറ്റി ഓഫ് കേസസിൽ ആമസോൺ പോലെയുള്ള വെബ്സൈറ്റ്സും ഒക്കെ പ്രൈം ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ സർവർലെസ് സിസ്റ്റത്തിൽ തന്നെയാണ്. അതിൽ ചില ഏരിയാസിൽ സർവർലെസ് സ്യൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിലും മെജോറിറ്റി ഓഫ് ഒരുപാട് ഓർഗനൈസേഷൻ്റെ കേസ് സ്റ്റഡി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ സർവർലെസ് മോഡിൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം അവിടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ബർഡൻ, മാനേജ്മെൻറ്റ് ബർഡനൊക്കെ കുറയുന്നത് ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ്. കാരണം അതിൻ്റെ മെയിൻ്റനൻസ് തന്നെ ഒരു വലിയ ചടങ്ങാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നത് വഴി ഈ സർവർലെസ്സിൻ്റെ ഒരു ബെനിഫിറ്റ് ഓർഗനൈസേഷൻസിൽ എൻഷുർ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്, ഇത് ഈ മോഡേണൈസേഷൻ പറഞ്ഞപ്പോൾ ഒരു പോയിൻ്റ് കൂടി പറയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഹൈബ്രിഡ് ആൻഡ് മൾട്ടി ക്ലൗഡ് ഇൻ്റഗ്രേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചില ഓർഗനൈസേഷൻസിന് സഡൻലി തന്നെ ഈ പറഞ്ഞ ഈ ഒരു മോഡേണൈസേഷൻ, AWSൻ്റെ മോഡേണൈസേഷനിലേക്ക് പോകാൻ പറ്റില്ല. കാരണം അവർക്ക് അവരുടെ റെഗുലേറ്ററി ഇഷ്യൂസ് കാണാം, അല്ലെങ്കിൽ കോംപ്ലെക്സ് സിസ്റ്റംസ് ആയിരിക്കാം. സോ അങ്ങനെയുള്ള കേസസിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഈ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഒരു സർവർലെസ് മൈഗ്രേഷനിലേക്ക് പോകണം എന്നുള്ളത് നിർബന്ധമില്ല. കുറച്ചുകൂടെ ഫ്ലെക്സിബിളായിട്ട് വേണമെങ്കിൽ ലിഫ്റ്റ് ആൻഡ് ഷിഫ്റ്റ് മൈഗ്രേഷൻ ചെയ്യാം. അതായത്
എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൺ പ്രെമിസസ് ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് ഈ പറഞ്ഞ എക്സിസ്റ്റിംഗ് സിസ്റ്റം അതേപടി ഒരു വിർച്വൽ മെഷീൻ, ക്ലൗഡിലുള്ള വിർച്വൽ മെഷീനിലേക്ക് വയ്ക്കുന്നു. അതൊരു അപ്രോച്ച്. പിന്നെ അതിന് ഗ്രാജുവലി സെർവർലെസ്സിലേക്കോ കണ്ടെയ്നർ അതിലേക്കോ, സെർവർലെസ്സാണ് റെക്കമെൻഡ് ചെയ്യുന്നത്, കണ്ടെയ്നർ അതിലേക്കോ ഇവോൾവ് ചെയ്യുന്നു. അതൊരു അപ്രോച്ച്. വേറൊരു അപ്രോച്ച് എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓൺ പ്രെമിസസ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നു. അതിൽ നിന്ന് ക്ലൗഡ് മോഡേണൈസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഡൊമൈൻ ക്ലൗഡിലേക്ക് മാറ്റിയിട്ട് AWSൻ്റെ ഡയറക്റ്റ് കണക്റ്റ് അല്ലെങ്കിൽ AWS VPN പോലെയുള്ള കണക്ഷൻസ് വഴി ഈ സിസ്റ്റംസിനെ, ഓൺ പ്രെമിസസ് സിസ്റ്റത്തിനെ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. അതൊരു അപ്രോച്ചാണ്. ഇനി ഇത് രണ്ടും അല്ലാതെ വേറെ ഒരു അപ്രോച്ചിനും കണക്ട് ചെയ്യാം ഈ പറഞ്ഞ ഹൈബ്രിഡ് സിസ്റ്റത്തിന്. അതായത് ആമസോൺ API ഗേറ്റ് വേ വഴിയും ഈ പറഞ്ഞ AWSലേക്ക് കണക്ട് ചെയ്യാം. കാരണം API ഗേറ്റ് വേയിൻ്റെ എഫക്റ്റ് അണ്ടർലൈൻ AWS സർവീസസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ ആ രീതിയിലും കണക്ട് ചെയ്യാൻ പറ്റും. കൂടാതെ ചില ഓർഗനൈസേഷൻസിൽ അവർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് അവരുടെ ഒരു ലോക്കൽ AWS ഇൻഫ്രാസ്ട്രക്ചർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ AWS ഔട്ട്പോസ്റ്റ് എന്ന് പറയുന്ന സർവീസ് ഉണ്ട്, അതും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലോക്കൽ സോൺസ്, എഡ്ജ് കമ്പ്യൂട്ടിംഗ്. പിന്നെ ചില ഓർഗനൈസേഷൻ ഈ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് ബൾക്കായിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം, AWSലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതേസമയം ഈ പറഞ്ഞ ഡയറക്റ്റ് കണക്റ്റോ അല്ലെങ്കിൽ AWS VPNോ സ്യൂട്ടബിൾ ആയി വരാത്ത കേസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അവർക്ക് ഈ പറഞ്ഞ ഡെഡിക്കേറ്റഡ് AWS സ്പെസിഫിക് ആയിട്ടുള്ള റാക്സ്, ഈ ഡേറ്റ ട്രാൻസ്ഫർ മെക്കാനിസംസ് ഉണ്ട്. അതിൻ്റെ സ്നോബോൾ എന്നൊക്കെ പറഞ്ഞ സർവീസസ് ഉണ്ട്. ആ സർവീസസ് വഴി ഫിസിക്കലായിട്ട് ഈ പറഞ്ഞ ഡേറ്റയെ AWS സെൻറ്ററിലോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമുക്ക് കോംപ്ലക്സ് റിക്വയർമെൻറ്റ് വരുന്ന കേസസിൽ ഈ പറഞ്ഞ നെറ്റ്വർക്ക് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത കേസ്. സോ വൺസ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ക്ലൗഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മെയിൻലി കിട്ടുന്നത്, വൺസ് ഇത് ക്ലൗഡിലേക്ക് ആകുമ്പം AWSൻ്റെ തന്നെ ഒരു 190+ 200 അറൗണ്ട് സർവീസസ് യൂസ് ചെയ്യാം, ഇൻക്ലൂഡിങ് GenAI സർവീസസ്, ജനറേറ്റീവ് AI. സോ AI ഒപ്റ്റിമൈസേഷൻ പോലെയുള്ള കേസസ് ചെയ്യുകയാണെങ്കിലും ഇത് വൺസ് ഇത് ക്ലൗഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈവൻ ഈ വിർച്വൽ മെഷീൻ ലെവലെങ്കിലും ക്ലൗഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള പോസിബിലിറ്റീസ് കൂടുകയാണ്. പിന്നെ അതൊരു ഗ്രാജുവൽ എവല്യൂഷനാണ്. കാരണം ചില മോഡേണൈസേഷൻ വർക്കിൽ ഇൻവോൾവ് ആവാൻ നേരത്ത് ഈവൻ അതൊരു EC2ൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലായിരിക്കും തുടങ്ങുന്നത്. സ്റ്റിൽ അതൊരു എഫിഷ്യൻറ്റ് സ്റ്റാർട്ടാണ്. കാരണം അതിൽ നിന്ന് എങ്ങോട്ട് വേണമെങ്കിലും ഇവോൾവ് ചെയ്ത് വരാൻ പറ്റും സെർവർലെസ്സിലേക്കും. ഈവൻ ഇത് മാത്രമല്ല, AWS മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ ഒരു സർവീസ് ഇതിനകത്ത് AWSനകത്ത് തന്നെ ഉണ്ട്. അതുവഴി നമുക്ക് വേണമെങ്കിൽ മറ്റ് എൻ്റർപ്രൈസ് സർവീസസിലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഈവൻ മറ്റ് ക്ലൗഡ് പ്രൊവൈഡർ, മൾട്ടി ക്ലൗഡ്, അങ്ങനത്തെ ഒരു രീതിയിലേക്കും കണക്ട് ചെയ്യാൻ പറ്റും. മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒറാക്കിൾ മൾട്ടി ക്ലൗഡ് എന്ന് പറയുന്നത്. അവിടെ ഒറാക്കിളും AWS ആയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പാണ്. ഇതുപോലെ പല സർവീസസും AWS ആയിട്ടുള്ള പാർട്ണർഷിപ്പായിട്ടും ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. സോ ഗ്രാജുവലി AWS സർവീസസ് കൂടാതെ തന്നെ ഒരുപാട് സർവീസസും നമുക്ക് ഇതിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെല്ലാം ഇനിയൊരു ചലഞ്ചസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഓർഗനൈസേഷൻസ് ഇത് പെട്ടെന്ന് ഈ ക്ലൗഡിലേക്ക് പോകാൻ പെട്ടെന്ന് അവർ ഓക്കെ ആയിരിക്കില്ല. കാരണം പല സമയങ്ങളിലും ഞാൻ ചിലരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർ ക്ലൗഡിൽ വർക്ക് ചെയ്തിട്ടേ ഇല്ല ആക്ച്വലി. കാരണം അവരുടെ ഓർഗനൈസേഷൻ കംപ്ലീറ്റ് ഈ പറഞ്ഞ ഓൺ പ്രെമിസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം അവർക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവും ചേഞ്ച്. അത് ഇങ്ങനെയുള്ള മോഡേണൈസേഷൻ ഒരു റെസിസ്റ്റൻസ് ആണ്. സോ പിന്നെ ക്ലൗഡ് നേറ്റീവ് ഡെവലപ്മെൻറ്റിൽ ഉള്ള സ്കിൽസ്, പിന്നെ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം, നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ഈ പറഞ്ഞ സെർവർലെസ് സിസ്റ്റം ആവാൻ നേരത്ത് അതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റമായി മാറുകയാണ്. സോ മോണിറ്ററിങ് ഇൻ പ്ലേസ് ഉണ്ടാവണം ആദ്യമേ തന്നെ ഇത് മാറുമ്പം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീബഗിങ് ഒക്കെ ഡിഫിക്കൽട്ടായിരിക്കും. പിന്നെ ഒബ്സർവബിലിറ്റി ആൻഡ് മോണിറ്ററിങ്, അത് സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ആഫ്റ്റർ തോട്ടല്ല. കാരണം ചിലർ ഈ പറഞ്ഞ മോഡേണൈസേഷൻ ചെയ്തിട്ട് അവസാനം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ മോഡേണൈസേഷൻ ജേർണിയുടെ ഒരു എഫക്റ്റീവ്നെസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ
ഇതിൻ്റെ ഒരു ലിഫ്റ്റ് ആൻഡ് ഷിഫ്റ്റ് എങ്കിലും കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു പാർട്ട് ഈ പറഞ്ഞ മോഡേണൈസ് ആക്കിയിട്ട് അതിനോടൊപ്പം തന്നെ മോണിറ്ററിങ് ആൻഡ് ഒബ്സർവബിലിറ്റി കൂടി ഡെവലപ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. കാരണം മോണോലിത്ത് സിസ്റ്റത്തിൽ അത് നമുക്ക് ഫുൾ കൺട്രോൾ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മറ്റേത് മോണിറ്ററിങ് കൂടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് ഡിഫിക്കൽട്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്പേർട്സിൻ്റെ റെക്കമെൻഡേഷൻ, AWS എക്സ്പേർട്സിൻ്റെ റെക്കമെൻഡേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ ഫീച്ചറാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെർവർലെസ് സർവീസസ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യമേ തന്നെ ഒരു ബൗണ്ടറീസ്, ഡൊമൈൻ ബൗണ്ടറീസ് ഒക്കെ ക്ലിയർലി ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് ബിസിനസ് ഡൊമൈൻസിൻ്റെ ബൗണ്ടറി, ഇപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗം ഒരു ഇന്ന സ്ഥലത്ത് ഇന്ന ടീംസ് ഓൺ ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രത്യേക ബൗണ്ടറി ഡിഫൈൻ ചെയ്യുക. പിന്നെ ഓട്ടോമേഷനും ഈ പറഞ്ഞ ഒബ്സർവബിലിറ്റിയൊക്കെ ആദ്യമേ തന്നെ ഡിഫൈൻ ചെയ്യുക. AWS ഒപ്പം തന്നെ വെൽ ആർക്കിടെക്റ്റഡ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഡോക്യുമെൻറ്റേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി നിങ്ങൾക്ക് റെഗുലർ ആർക്കിടെക്ചർ റിവ്യൂസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇത് പീരിയോഡിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് ഇവോൾവ് ആവുന്നതനുസരിച്ച് എല്ലാം കറക്റ്റായിട്ടാണോ പ്രൊസീഡ് ചെയ്യുന്നതെന്നുള്ളത് അറിയാൻ പറ്റും. സോ ഇതൊക്കെയാണ് മെയിൻലി ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. സോ ഇതിൻ്റെ പാത്ത് ക്ലിയർ ആണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ മോണോലിത്ത് ലെഗസി സിസ്റ്റത്തിൽ നിന്ന് ഒരു ഡൊമൈൻസ് കണ്ടുപിടിക്കുക, പിന്നെ അതിൻ്റെ ഓണർഷിപ്പ് കണ്ടുപിടിക്കുക, പിന്നെ സെർവർലെസ് അപ്രോച്ചിലേക്ക്, സെർവർലെസ് ഫസ്റ്റ് ആർക്കിടെക്ചർ എന്നുള്ള അപ്രോച്ചിലേക്ക് പോവുക. പിന്നെ ഒരു അങ്ങനെ സെപ്പറേറ്റ് പോകുന്ന നേരത്തെ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ട് ഉള്ള ടീംസിന് ഓണർഷിപ്പ് കൊടുക്കുക. അതിന് ഈ പറഞ്ഞ മൾട്ടി അക്കൗണ്ട്സിന് AWS വിത്ത് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ടാഗിങ് ആൻഡ് ഗ്രൂപ്പിംഗ്, അതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സോ ഇതൊക്കെയാണ് മെയിൻലി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. താങ്ക്സ് എവരി വൺ ഫോർ എല്ലാവർക്കും ലിസൺ ചെയ്യുന്നതിന് നന്ദി. സോ ഈ ഓഡിയോ പോഡ്കാസ്റ്റ് എല്ലാ ഓഡിയോ പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റും സിമിലർ നെയിമിൽ അവൈലബിൾ ആണ്. സോ ഇത് യൂട്യൂബിലും അവൈലബിൾ ആയിരിക്കും, അതല്ലാതെ മറ്റ് ഓഡിയോ പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആയിരിക്കും. താങ്ക് യു.